എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമുക്കറിയാം മഹാനായ ഷഫീൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് നല്ലവണ്ണം ചൊല്ലിക്കട്ടോ. സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് കൂടിയ സ്വലാത്തിന്റെ മാസം കൂടെയാണ് ഇത്. പരിശുദ്ധമായ ശഅബാനാണ് സ്വലാത്ത് മാസം, സ്വലാത്തിന്റെ വാർഷികം കൂടെ. അത് ഉറക്കെ ചൊല്ലിക്കോ. ഞാൻ ആ പതിന്റെ കാര്യമുണ്ട്, പക്ഷെ വിശദീകരിക്കാൻ ടൈമില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് പരിശുദ്ധമായ മക്കയിലെ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹുവിന്റെ റസൂൽ ജനിക്കുമ്പോൾ ഒരു പ്രവാചകത്തെ പദവിയോടുകൂടെ അല്ല ജനിച്ചത്. മക്കയിൽ വഹബിന്റെ പുത്രിയായ ആമിന റളിയല്ലാഹു അൻഹയുടെയും അബ്ദുൽ മുത്തലിബിന്റെ പുത്രനായ അബ്ദുൽ എന്നവരുടെയും മകനായിക്കൊണ്ട് മക്കയിൽ ഭൂജാതനായ മുത്തലിബി ആ നബിയുടെ വളർച്ചയും ഉയർച്ചയും എല്ലാം മനസ്സിലാക്കിയ പിൽക്കാലത്ത് ശത്രുക്കളായി മാറിയ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, വലീദ് പോലത്തെ മക്ക മുശ്രിക്കുകൾ, ഖുറൈശികൾ മഹാനായ നബിക്ക് വിളിച്ചു അൽ അമീൻ, സ്വാദിഖീൻ. നീണ്ട 4 പതിറ്റാണ്ടുകളോളം അവരുടെ കണ്ണിലുണ്ണിയായ മഹാനായ മുത്തലിബി ഒരു സന്ദർഭത്തിൽ നബുവത്ത് കിട്ടിയപ്പോ അവരോട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാധനയ്ക്ക് അർഹൻ അല്ലാതൊരു ഇലാഹില്ല, ഞാൻ അവന്റെ ദൂതനാണ്, റസൂലാണ് എന്ന് പറഞ്ഞതാണ് മഹാനായ മുത്തലിബി ചെയ്ത് അവരോട് ഏറ്റവും വലിയ തെറ്റ്. അന്ന് മുതൽ മർദ്ദനങ്ങളായി, പ്രിയപ്പെട്ടവരെ കഠോരമായ മർദ്ദനങ്ങളായി. മഹാനായ മുത്തലിബിയും അതുപോലെ സ്വഹാബത്തെ കിറാമത്തെ ഏറ്റുവാങ്ങി സഹിച്ചും പൊറുത്തും പരിശുദ്ധ മക്കയിൽ 13 കൊല്ലം നിന്നു. ഒരു യുദ്ധം നടന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. പിന്നെയോ മഹാനായ മുത്തലിബി അന്തിറങ്ങുന്ന വീട് ദാലർക്കം. ശത്രുക്കൾ എന്ത് ചെയ്തിട്ടും പരാജയപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോ മഹാനായ മുത്തലിബിയെ കൊല്ലാൻ തീരുമാനിച്ചു. ദാലർക്കം എന്ന വീട് പറഞ്ഞു. അബൂജഹൽ അടക്കമുള്ള ഖുറൈശി പ്രമാണിമാര് അള്ള വിവരം കൊടുത്തു, നബിയേ അബൂബക്കർ തങ്ങളെയും കുട്ടി മദീനയിലേക്ക് പാലായനം ചെയ്യാൻ പോയി. മഹാനായ മുത്തലിബി മദീനയിൽ ചെന്നിട്ട് ഒന്നിച്ചെല്ലാം വർഷം കൂടെ താമസിച്ചു. മസ്ജിദുൽ ഖുബ എന്ന പള്ളിയൊക്കെ പണിത് അവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ശത്രുക്കളായ മക്കക്കാരെ വിട്ടില്ല. എന്നൊരു മനുഷ്യനെ വിട്ടുകൊണ്ട് അദ്ദേഹം 50ഓളം വരുന്ന സൈന്യങ്ങളും മദീനക്കാരായ അൻസാർ അടക്കമുള്ളവരെ ആട്, മാട്, കുതിര, ഒട്ടകങ്ങളെ കൊള്ളയടിക്ക പോലും ചെയ്തു. അക്രമങ്ങൾ ഇങ്ങനെ അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മക്കയിൽ നിന്നൊരു കച്ചവട സംഘം ഷാമിലേക്ക് പുറപ്പെടുന്നു. മക്കക്കാരനായ അബൂ സുഫിയാൻ ഹർബിന്റെ നേതൃത്വത്തിലാണ് പുറപ്പെടുന്നത്. മഹാനായ മുത്തലിബി അറിഞ്ഞു. ആ കച്ചവട സംഘത്തെ തടുക്കാൻ പുറപ്പെട്ട് കിട്ടിയില്ല. ഷാമിൽ പോയി വമ്പിച്ച കച്ചവടം ചെയ്ത് അതിഭയങ്കര ലാഭത്തോടുകൂടെ ആ ഒട്ടകപ്പുറത്ത് പ്രിയപ്പെട്ടവരെ സാമഗ്രികളെ കെട്ടിക്കൊണ്ട് മക്കയിലേക്ക് വേണ്ട ആയുധങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരുന്ന റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ അങ്ങോട്ട് പോയ കച്ചവട സംഘം വമ്പിച്ച ലാഭത്തോടെ തിരിച്ചു വരുന്നുണ്ട്. ആ കച്ചവട സംഘത്തെ തടുക്കാൻ റബ്ബിന്റെ വിധി, അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിയതോടുകൂടി മഹാനായ മുത്തലിബിയും 313 സ്വഹാബികൾ, പക്ഷെ അതിൽ 8 പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പല അഭിപ്രായം അവിടെ ഉണ്ട്. ഏതായിരുന്നാലും 300 ചെല്ലാൻ വരുന്ന സഹാബത്തെ കിറാം മഹാനായ മുത്തലിബിയോടുകൂടെ ആ കച്ചവട സംഘത്തെ തടുക്കുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. മഹാനായ മാപ്പിള കവി മോയിൻകുട്ടി അതിന്റെ നമ്പർ അല്ലാഹു മർക്കദ കൊണ്ടുവെട്ടി. ആമീൻ. മഹാനവകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബദ്റുൽ ഹുദാ യാസീനൻ നബി ഖർജായി അന്നേരം വളർകൊട്ടി മോണ്ടം നമുക്ക് ഇടയതിലുണ്ട് അബിയൽ വർണ്ണമതാണ്ടും അസുഖതും ആമേ യാസീനൻ നബി ഖർജായി അന്നേരം വളർകൊട്ടി മോണ്ടം നമുക്ക് ഇടയതിലുണ്ട് അബിയൽ വർണ്ണമതാം പിൻഗന്ധം അസുഖതുമാമേ സദദ് കുടൈ കോൽ പൊങ്കും തിരുകരമാലുണ്ടാമ തതിനെ നബി തൻ തോളർ മുസ്അബിലീന്ദർ അവരതി താനെ പിടി ചെയ്താറ്റൽ ദിനനിരയാകൈ
മഹദുളിബാൽ പേരുന്നും എളുപതിന ത്വാചം മലർകരമ്പിൽ ഏന്തി പരിസുകളഞ്ചുണ്ട് അതിൽ മതതുടയോ തങ്ങൾക്കാം ഇരുപരിതാമേ ബദറുൽ ഹുദാ യാസീനൻ നബി ഖർജായി അന്തേരം വളർകൊടി നമുക്ക് ഇടയതിലുണ്ട് അബയൽ വർണ്ണമതാം പിണ്ടും അസ്വദുമാമേ. പ്രിയപ്പെട്ടവരെ, മഹാനായ മുത്തുനബിയും ലക്ഷത്തുല്യരായ സ്വഹാബത്തെ കിറാമും പുറപ്പെടുകയും ഒരു 3 കൊടികെട്ടി ഉണ്ടാക്കി മഹാനായ മുത്തുനബി അതിനുപയോഗിച്ചത് ഭാര്യയായ ആയിഷ ബീവിന്റെ മുഖമക്കനെയും തട്ടുവുമായിരുന്നു. ആ ഷീലെടുത്തുകൊണ്ട് ഒരു കൊടി കെട്ടി വെള്ള പതാക, 2 കറുത്ത കൊടിയും കെട്ടി. അൽഹംദുലില്ലാഹ്, ധീരനായ മഹാനായ മക്കക്കാരനായ മുസ്അബ് ഉമൈർ തങ്ങളുടെ കയ്യിലാണ് വെള്ള പതാക കൊടുത്തത്. വെളുത്ത പതാക സമ്മാനിച്ചതോടുകൂടി മഹാനായ മുസ്അബ് തങ്ങൾ അൽഹംദുലില്ലാഹ് തക്ബീർ ചൊല്ലിക്കൊണ്ട് മുമ്പിലേക്ക് ചാടി. രണ്ടാമത്തെ ഒരു കറുത്ത കൊടി എടുത്തുകൊണ്ട് കൊടുത്തത് മഹാനായ അലിയാത്തങ്ങളുടെ കയ്യിൽ, സഅദ് ബിൻ മുആദിന്റെ കയ്യിൽ, അഥവാ മദീനക്കാരുടെ കയ്യിൽ. അങ്ങനെ പുറപ്പെടുക. അതൊക്കെ യുദ്ധത്തിനല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പുറപ്പെട്ടു പോകുന്നതേ 300 ചില്ല സ്വഹാബത്തെ കിറാമിനോട് പോകുമ്പോ ഒരു യുദ്ധത്തിന്റെ യാതൊരു ആലോചന ചിന്തയില്ല. അതുകൊണ്ട് തന്നെ ആയുധങ്ങളൊന്നുമില്ല. 9 പടയങ്കികൾ, പ്രിയപ്പെട്ടവരെ 5-8 വാളുകൾ, 4-5 കുതിരയും, അതുപോലെ തന്നെ 10-20 ഒട്ടുകങ്ങളുമായി ആ അനുയായികൾ കച്ചവട സംഘത്തെ തടുക്കുവാൻ വേണ്ടി പോകാം. അങ്ങനെ പോയി പരിശുദ്ധ റമദാൻ മാസത്തിൽ പുറപ്പെട്ടങ്ങനെ പോകാം. അൽഹംദുലില്ലാഹ്, ഒരുപാട് ഭാഗത്ത് തെണ്ടടിച്ചു തമ്പടിച്ചു വിശ്രമിച്ചുകൊണ്ട് ആ കച്ചവട സംഘത്തെ പ്രിയപ്പെട്ടവരെ തിരക്കിക്കൊണ്ട് പോവുക. അവസാന റഹഖാൻ എന്നൊരു സ്ഥലത്തെത്തി. ആ റഹഖാൻ എന്ന സ്ഥലത്തെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ 2 സ്വഹാബത്തിനെ വിളിച്ചു. അദിയും ബസ്ബസ് റളിയല്ലാഹു അൻഹു. ആ 2 സ്വഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു, അദിയേ, ബസ്ബസേ, നിങ്ങൾ 2 പേരും ആ കച്ചവട സംഘത്തിന് നിജസ്ഥിതി അറിഞ്ഞു വരണം. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളല്ലേ ഈ 300 ചില സ്വഹാബത്തെ കിറാമിന്റെ കൂട്ടത്തിൽ തെരഞ്ഞെടുത്തത്. അൽഹംദുലില്ലാഹ്, റബ്ബിനെ സ്തുതിച്ച് സന്തോഷത്തോടു കൂടി 2 വാഹനപ്പുറത്ത് കയറിക്കൊണ്ട് കുറുനരികൾക്ക് തുല്യം അവരിങ്ങനെ ഓടിക്കൊണ്ട് കച്ചവട സംഘത്തിന്റെ വിവരം അറിയാൻ പോവുക. ഒരു വിവരം കിട്ടുന്നില്ല. അവരിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞിങ്ങനെ നടന്ന് അവസാനം ഒരു 4 കവലയുടെ ഭാഗത്തെത്തി, അഥവാ 4 കൂടിയ റോഡിന്റെ ഭാഗത്തെത്തി. എവിടെയെന്നറിയോ? അത് ബദറിലേക്ക് പോകുന്ന ഒരു വഴിയായിരുന്നു. ഒരു റോഡ് ബദറിലേക്ക്, ഒരു റോഡ് ഷാമിലേക്ക്, ഒരു റോഡ് മക്കയിലേക്ക്, ഒരു റോഡ് മദീനയിലേക്ക്. ഇങ്ങനെ 4 കൂടി ഒരു വഴി. അവിടുന്ന് കുറച്ചും കൂടെ പോയാൽ ബദറെത്തി. ആ ബദറിലേക്ക് പോകുന്ന ആ ഭാഗത്താണ് പ്രിയപ്പെട്ടവർ അവരെത്തിയത്. അവരിങ്ങനെ എത്തിക്കൊണ്ട് ആ ഒട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ മന്നം പതുക്കെ ഇങ്ങനെ നോക്കുക ദൂരത്തേക്ക്. എവിടത്തേക്കിലും ഒട്ടകങ്ങളുടെ കുളംപിടിയേറ്റുകൊണ്ട് പൊടിവെള്ളങ്ങൾ അപ്പുറത്തിലേക്ക് ഉയരുന്നുണ്ടോ, എവിടെന്നെങ്കിലും സൗണ്ടുകൾ കേൾക്കുന്നുണ്ടോ, അവരിങ്ങനെ നോക്കുക. സുബ്ഹാനല്ലാഹ്, ആ സമയത്താണ് കുറച്ച് അപ്പുറത്ത് 2 പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കണ കാണുന്നത്. 2 പെണ്ണുങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നു. കുറച്ചുകൊണ്ട് മാറിയിട്ട് ഒരു വെല്ലിപ്പ വടിയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് ഓർത്തുകൊണ്ടേ അധികം ബസ്ബസും ആ 2 വാഹനപ്പുറത്ത് മന്നം പതുക്കെ വെല്ല ആ വെല്ലിപ്പ നിൽക്കുന്ന ഭാഗത്തിലേക്ക് പോവുക. അവിടെ ചെന്നു വെല്ലിപ്പാനെ വിളിച്ച്, വെല്ലിപ്പാക്ക് യാതൊരു മെയിൻറ്റുമില്ല. കാരണം വെല്ലിപ്പ പെണ്ണുങ്ങളെ നോക്കി നിൽക്കുക. അതിനൊരു കാരണമുണ്ട്. ഈ പെണ്ണുങ്ങൾ ഭയങ്കര ബഹളത്തിലാണ്, ഭയങ്കര വെക്കാടത്തിലാണ്, എന്തൊക്കെയോ പുലുമ്പുന്നുണ്ട്. വെല്ലിപ്പ അങ്ങനെ നോക്കി നിൽക്കുന്നതിന്റെ ഇടയിൽ വെല്ലിപ്പാക്ക് ഇങ്ങനെ കൊണ്ടർഷ കൂടെ, കാരണം പെണ്ണുങ്ങളെ അടി കാണാൻ വേണ്ടിയാ മൂപ്പര് കാത്തിക്കുന്നത്. അങ്ങനെ നോക്കുന്നതിന്റെ ഇടയിലാണ് ഒരു പെണ്ണ് കയറിക്കൊണ്ട് പെണ്ണിന്റെ മുഖത്തേക്ക് കൊടുത്തിട്ട് ഒരൊറ്റടി. ഈ അടി വെച്ചു കൊടുത്തതോടുകൂടെ വെല്ലിപ്പാക്ക് കൊണ്ടർഷ കൂടി അമ്പടി ചാടി പെണ്ണ് കുറെ നേരം ഇങ്ങനെ വക്കാനാൻ തുടങ്ങിയിട്ട് പെണ്ണുങ്ങൾ അടി കണ്ടിട്ടും ഒരുപാട് കാലായി. ഇതോടുകൂടെ പ്രിയപ്പെട്ടവരെ 2 പെണ്ണുകളും വാശിയോടുകൂടെ ഈറോടുകൂടെ കണ്ടോ, അടിപെട്ട് കോത്തിപ്പൊടിത്താരോ അണ്ണൈത്താലിയും വാലയാറോത്താരോ പിടിപ്പെട്ട് സിന്നും കടിത്താരോ പിച്ചച്ചാട്ടയും കീറപ്പെടുത്താരോ. കടുകപ്പോത് പോട് കേട്ടി മാറിന്തിട്ടും കരി
ദേശത്തിൽ കാശീരിൽ കൂടെ വീളുന്തിട്ടും ഇടരിപ്പിടന്തവൾ പിന്നും ജലുന്തിട്ടും ഇരുപേരും ബോട്ട് മയങ്കിലന്തിട്ടും ബിണ്ടാളെ കട്ടം കൊണ്ടോളിൽ ബിണ്ടാളെ കട്ടം കൊണ്ടോളിൽ മാനക്കെടുമെടി പുരപാരം പോരാടലിക്കാരുമെടി കടം കൊണ്ടോളൂ എന്റെ നീ ബാക്കിറ്റം ചൊന്നതും രസിച്ച് നിന്റെ രചനടുകിൽ വാക്ക് ശേഷിച്ച് നിൽക്കുമല്ലോ അത് കൊണ്ട് വിശേഷിച്ച് ഉരവാളെ തരനാളെ ഉരവാളെ തരനാളെ ോ അണ്ടൈ താലിയും മാലയാറോത്താരോ പിടിപ്പെട്ട് സിന്നും കടിത്താരോ പിച്ച ചാട്ടയും കീറപ്പെടുത്താരോ പിടിപിട്ടി സിന്നും കടിത്താരോ പിച്ച ചാട്ടയും കീറപ്പെടുത്താരോ. ഒരു പെണ്ണ് കേറിക്കൊണ്ട് മറ്റേ പെണ്ണ് മുഖത്തേക്ക് ഒരൊറ്റ അടി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ആ അടി കിട്ടിയതോടുകൂടെ കിട്ടിയ പെണ്ണ് പാപം പറഞ്ഞു എടി നീ എന്നെ അടിച്ചില്ലേ, നീ എന്നെ തല്ലില്ലേ, നീ എന്നെ തല്ലില്ലേ, കൊല്ലും തല്ലല്ല കൂത്തു ഞാൻ കൊല്ലും കൊണ്ടടിന്റെ കാശ് എന്ന് പറഞ്ഞുകൊണ്ടാ വീണ്ടും പഠിക്കാൻ തുടങ്ങുന്നത്. എന്താ സംഭവം അറിയോ? ഒരു പെണ്ണിന്റെ കയ്യിൽ കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ട്. അത് ചോദിച്ചതാണ് കാരണം. രണ്ട് പെണ്ണുകൾ ഭയങ്കര അടിയാ. അടിച്ചടിച്ചാണ് ഈ താലിയും മാലയറുത്താരും. സമ്പന്നവതിയായ പെണ്ണിന്റെ കഴുത്തിൽ താലിയുണ്ട്, മാലയുണ്ട്. തൂങ്ങിക്കിടക്കുന്ന മാലയും താലിയും അടിപിടിക്കിടയിൽ പെട്ടെന്ന് പൊട്ടിപ്പോയി. ഈ താലിയും മാലയും കോരിടുത്തുകൊണ്ട് ആ പെണ്ണ് ചോദിച്ചെടി നീ എന്റെ താലി പൊട്ടിച്ചില്ലേ, നീ എന്റെ മാല പൊട്ടിച്ചില്ലേ? പൊട്ടിക്കും, ഞാൻ എന്റെ കഴുത്തു ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചിന്ന് കടിച്ച് പല്ല് കടിച്ചുകൊണ്ട് രണ്ടാളും വീണ്ടും അക്രമം തുടരുകയാണ്. പാവപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ ഒന്നുമില്ല. ആ അടി കൂടുമ്പോ എന്താ സംഭവിച്ചെന്നറിയോ? പിച്ച ചട്ടയും കീറപ്പെടുത്താരോ പാവപ്പെട്ട പെണ്ണിന്റെ വസ്ത്രം പെട്ടെന്ന് അങ്ങനെ കീറിപ്പോയി. കീറിയതോടുകൂടെ പെണ്ണ് എന്താ കുരുത്തം കൊട്ടോളിച്ച് കാണിച്ചത്? കുറെ നേരം തന്ത മൊത്തൊക്കെ നോക്കി കയറി നിൽക്കട്. രണ്ട് ചെറുപ്പം എന്റെ വസ്ത്രം കീറിയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ ഇവർ രണ്ടാളും നല്ല അക്രമമാണ്. ഒരു പെണ്ണിന്റെ മീതെ കയറുന്നു, ഇടിക്കുന്നു. രണ്ടാമത് ഇങ്ങോട്ട് കയറുന്നു, ഇടിക്കുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും ക്ഷീണിച്ചു പോയി. പെണ്ണുങ്ങളുടെ അടികൊള്ള അങ്ങനെയല്ല. വിശദീകരിക്കാൻ സഭയിലെ രണ്ട് പെണ്ണും ക്ഷീണിച്ചു പോയി. ക്ഷീണിച്ചു എന്ന് മാത്രമല്ല നാവിന് ക്ഷീണമൊന്നുമില്ല. രണ്ട് പെണ്ണുങ്ങൾക്ക് അടിക്കാൻ വയ്യ, കയ്യൊക്കെ തുടർന്നു. ഇപ്പൊ എങ്ങനെയാണെന്നറിയാം, അന്നെ ഞാൻ കാണിച്ചു തരാം, അന്നെ ഞാൻ കണ്ടിക്കണ് എന്ന തോതിന് ഇവരിങ്ങനെ പലതും പുലമ്പിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ തല്ലുകൂടാനുള്ള കാരണം? വെള്ളി ചോദിച്ചതാണ്. ആ സമയത്ത് ഈ പെണ്ണ് പറഞ്ഞു എടി നീ എന്നെ എന്തിനാണ് തല്ലിയത്? സത്യത്തിൽ ഞാൻ നിന്റെ മക്കന്ന് കുറച്ച് ക്യാഷ് വാങ്ങിയിട്ടുണ്ട് അല്ലേ, അത് തന്നാ തീരുമല്ലോ നിന്റെ പ്രശ്നം. പക്ഷേ ഈ അടിച്ചതും പറഞ്ഞത് തീരോ? അതുകൊണ്ടേ നാളെ ഞാൻ നിന്റെ വെള്ളി തരാം. കുറെ കാലാക്കി നാളെ 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 എന്ന് പറയുന്നു. നാളെ എങ്ങനെ തരാനാ? നാളെ ഉറപ്പായിട്ടും തരും. കാരണം ഷാമില്ലതൊരു കച്ചവട സംഘം നാളെ വരുന്നുണ്ട്. നമുക്കിവിടെ പെണ്ണുങ്ങൾ അടിപിടിയല്ല വിഷയം. മഹാനായ മുത്തലിബി വിട്ട അധികം ബസ്ബസ് അവിടെ കാത്തിരിക്കുകയാണ് ഒരു വിവരം കിട്ടാൻ, കച്ചവടക്കാരെ വിവരം കിട്ടാൻ. ആ സമയത്തായി പെണ്ണുങ്ങൾ പറയുന്നത് ഷാമിലേക്ക് കച്ചവടം കഴിഞ്ഞുകൊണ്ട് മക്കക്കാരനായ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വലിയൊരു കച്ചവട സംഘം വരുന്നുണ്ട്. അവര് നാളെ ബദറിലെത്തും. അവർക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടേ എന്റെ കട ഞാൻ വീട്ടാം. അൽഹംദുലില്ലാഹ്. ഇത് കേട്ടതോടുകൂടെ മഹാന്മാരായ രണ്ട് സ്വഹാബികൾ ഓടി ഹദറത്ത് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ ഹദറത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞു നബിയേ ആ വഴിയിൽ വെച്ചുകൊണ്ട് എന്റെ പെണ്ണുങ്ങളുടെ നാവിൽ തുമ്പിൽ നിന്ന് നാളെ കച്ചവട സംഘം ബദറിൽ എത്തുമെന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. മഹാനായ മുത്തനബി റക്കാനിൽ നിന്നും പ്രിയപ്പെട്ടവരെ ദഫ്റാനിലേക്ക് മാറി ടെൻഡടിക്കുകയാണ്, അവിടെ താമസിക്കുകയാണ്. ആ വരുന്നു കച്ചവട സംഘം. കണ്ടോ ഒരുങ്ങുന്ന പൂ സുഫിയാനും തൻ മധുവർണ്ണത്തിൽ കേളുമായി ഉളരിശമ
വലിയ ഭയങ്കരമാ വരും പതിയിൽ നബിയാരെയും അരികൊരയും തരമ്പാ വശിയാനതിൽ അന്വേഷിത്തും ദിശയാരിലും യുദ്ധമാ വരും ഹരികൊരിയും തരമായി പ്രിയപ്പെട്ടവരെ, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന ആ വലിയ കച്ചവട സംഘം വമ്പിച്ച ലാഭം കൊയ്യാത്ത കച്ചവട സംഘം അങ്ങടെ നടക്കടാ ആ ഒട്ടകങ്ങളെ തൊളിച്ചുകൊണ്ട് ആ ഒട്ടകങ്ങൾ ഇങ്ങനെ വരിക അങ്ങനെ പറഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്ന് വാദി സഫറായിലെത്തി. നമ്മൾ നേരത്തെ ഒരു വെല്ലിപ്പാട കഥ പറഞ്ഞില്ലേ? ആ വെല്ലിപ്പാനെ കണ്ടുമുട്ടി. മജിദ് ഇബ്നു അംറി എന്ന ഉപ്പുപ്പാന്റെ പേര്. ആ വെല്ലിപ്പയിൽ നിന്ന് മനസ്സിലായി അധികം വസ്വസും ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഇത് മുത്തുനബിന്റെ സ്വഹാബത്തെ കിറാമാണ്, ഈ കച്ചവട സംഘത്തെ കൊള്ളടിക്കാൻ വന്നവരാണ് എന്ന് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ തന്ത്രപരമായി മക്കയിലേക്ക് ഒരു ദൂതനെ വിട്ടു. 20 മിസ്കാൽ മിസ്രിപ്പൊന്ന് കൊടുത്തിട്ടാ വിട്ടത്. അഥവാ 20 മിസ്കാൽ മിസ്രിപ്പൊന്ന് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കണക്കിൽ 85.5 ഗ്രാം. അഥവാ സഹോദരന്മാർക്കറിയാം 10.5 പവനിൽ മീതെ വരും. അത്രക്കും വലിയൊരു പൊന്ന് കൊടുത്തിട്ടേ അല്ലാഹുവിന്റെ റസൂലെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി നേരെ മക്കയിലേക്ക് ലംബം പോടുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കഅബ ശരീഫിന്റെ ഭാഗത്തിൽ നിന്ന് മഹാനായ അബ്ബാസ് തങ്ങളുമായി ചെറിയൊരു വിഷയം ഉണ്ടായിട്ട് അബൂജഹലിന്റെ വീട്ടിലേക്ക് ഓടുന്നത് ഏതിലെയാ? ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുള്ള ഓടുക. ആ ഓടുന്ന സമയത്താണ് പെട്ടെന്ന് ജബൽ ഖുബൈസ് മലയുടെ മുകളിൽ നിന്ന് പെട്ടെ ഖുബൈസിൻ പാഗൊട്ടി രട്ടാതി പിറ്റേത് ലംബ മുതാൻ പിറ്റേത് ലംബ മുതാൻ പിത്തംബാദി തിരു ഹസ്തം ശിരസിർ ബിത്തി ബിലി തുരത്താർ ബിത്തി ബിലി തുരത്താർ ഖുബൈസിൻ പാഗൊട്ടിണ്ടോ രട്ടാതി പിറ്റേത് ലംബ മുതാൻ പിറ്റേത് ലംബ മുതാൻ പിത്തം പദൈ തിരു ഹസ്തം ശിരസിനി ബെത്തി ബിളി തുരത്താൻ ബെത്തി ബിളി തുരത്താൻ ദിക്കുകൾ മക്കയിൽ മുക്കിയ മക്കയിൽ മിക്കവരെ മക്കയിൽ മിക്കവരെ തിങ്കളായി ഉങ്ങൾക്ക് ഇറങ്ങിയേ സംഗീതം കേളുവീരേ സംഗീതം കേളുവീരേ എന്ന പേരിൽ അറിയപ്പെട്ട ആ ചെറുപ്പക്കാരൻ അഥവാ അബൂ സുഫിയാൻ വിട്ടില്ലേ? ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയേ, മക്കക്കാരേ, ഏ വഞ്ചക സമൂഹമേ, നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു ആപത്ത് വരാൻ പോകുന്നു. അങ്ങോട്ട് പൊക്കോളൂ. കാരണം നമ്മുടെ വിലപ്പെട്ട സമ്പത്ത് കച്ചവട സംഘത്തെ തടുക്കാൻ മുഹമ്മദിന് അനുയായികളും ഇന്നാലിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ആ കച്ചവട സംഘം ഒരിക്കലും നാട്ടിലേക്ക് എത്തൂല. ഇത് കേട്ടതോടുകൂടെ മക്കക്കാർ ഒന്നടങ്കം നിലവിളിക്കാൻ തുടങ്ങി. അവരട്ടഹസിക്കാൻ തുടങ്ങി. കാരണം അവര് വിലപ്പെട്ട ഒരു സമ്പത്താണ് ആ കച്ചവട സംഘം. അത് നഷ്ടപ്പെട്ടാൽ അതോടുകൂടെ മരിക്കലാണ് അവർക്ക് ഏറ്റവും നല്ലത് എന്ന് അബൂജഹൽ പ്രഖ്യാപിച്ചതോടുകൂടെ എല്ലാ ആളുകളും പെണ്ണുകളും പൊട്ടിക്കരയാൻ തുടങ്ങിയപ്പോൾ അബൂജഹൽ അടക്കമുള്ള ഖുറൈശികൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് നടക്കേ, ഞങ്ങളുടെ ആയുധങ്ങൾ എടുത്തതാ, ഞങ്ങളുടെ ഒട്ടകയ്ക്ക് വെള്ളം കൊടുക്ക്, പുല്ല് കൊടുക്ക്, കുതിരകളെ പിടിക്ക്, ഞങ്ങളുടെ ജുബ്ബകളൊക്കെ എടുക്ക്, ഞങ്ങളുടെ പടയെങ്കിൽ റെഡിയാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവരൊക്കെ വീട്ടിലേക്ക് പോവുക. അവര് പുറപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ശ്രദ്ധിക്കണം. അബൂജഹൽ അടക്കമുള്ള 1250ഓളം വരുന്ന ആളുകൾ ഞാൻ ഈ നാട്ടിലെ രാജാവാണ്, മന്ത്രിയാണ്, നേതാവാണ് എന്ന് വിളിച്ചറിയിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കുതിരകളെല്ലാം പ്രത്യേകം ബോഡി പിടിപ്പിച്ചുകൊണ്ട് വാളി, കുന്തം, ചാട്ടുളി, പെമ്മ, പെൺമഴ, ശൂലം, ചക്കേരം, വജ്രം, ഉറുമി, കട്ടാരം, ഉണ്ട, തൂട്ടി, കത്തി,
കല്ല് വല പോലത്തെ പടായുധങ്ങൾ എടുത്തുകൊണ്ട് ശബ്ദോപന്യങ്ങളായ ചെണ്ടകളും മദ്ദളം വീണ സിതാര കൈമണി കിന്നാരം പൊന്നാര ചച്ചില ചേമ്പ് പിസിലി പോലത്തെ ശബ്ദോപന്യങ്ങൾ എടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവര് പുറപ്പെടുകയാണ്. എന്തിന്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഉറക്ക സലാത്തുൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി, യുദ്ധം ചെയ്യാൻ വേണ്ടി അങ്ങനെ പ്രിയപ്പെട്ടവരെ പുറപ്പെടുക. ആ പുറപ്പെടുന്ന രംഗം മഹാനായ മാപ്പിളക്കവി മോയിൻകുറ്റി വേദിയിൽ പറയാണ്. പുറപ്പേ തബുജാഹിലുടെങ്കിവർ പൊങ്കിയലൊന്തിലിബാസി ചമൈന്ത് പുതുമാ കസബീട്ടികൾ പൈതാജീരും കൊടുത്തിരവേ മിക മികമായ പട്ടുകളാൽ ഉള്ളമ്പേൽമ ചട്ടകളും അടിനാട് ചൊട്ടികളും പല പണി പൊതുവായി ഏടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടല. മിക മികവായ പട്ടുകളാൽ ഉള്ള മേൽമ ചട്ടകളും അരനാട് ചൊട്ടികളും പല പണി പൊതുവായി ഒരു ഹാത്തം വിരൽക്ക് പതിത്തിടല. പല ജൗഹറും പണിന്തൊരു താജതി ചൂടി മല്ലത്തിൽ കിബറേത്തിനേറുവതത്തിനെയും ചിതമാ പുനയവനാഗവജിരമാം ഒരു വാൾ കഴിക്കകമേ മതിവേല പട്ടയുമേ അതിനകം മഹബേലുകളൊക്കെ ഇത് തില്ലെടുത്ത് മതി തിരവേ. സുവനം പല ജൗഹറുമേ പണിന്തൊരു താജതി ചൂടി മനതിൽ കിബറേത്തിനേറുവതത്തിനെയും ചിതമായി പുനയവനാഗവജിരമാ ഒരു വാൾ കഴിക്കകമേ നടുമേടെ പട്ടയുമേ അതിനകം മഹബേലുകളൊക്കെ ഇതിലെടുത്ത് മതി മതിടവേ. അബൂജാഹിലുടൻ കിബർ പൊങ്കികളും ദിലിബാസ് ചമൈന്ത് പുതുമാ ഹസബേട്ടകൾ പെയ്ത് ഹരീറുമുടുത്തിടവേ മിക മികവായ പട്ടുകളാൽ ഉള്ള മേൽമ ചട്ടകളോ അതിനാട് ചൊട്ടികളും പല പണി പൊതുവായി ഏടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടല. എല്ലാരും പുറപ്പെട്ടു. ധീരന്മാര ശൂരന്മാര മക്കയിൽ പ്രധാനികളൊക്കെ പുറപ്പെട്ടു. ആരും ബാക്കിയില്ല. അബൂലഹബ് മൂപ്പരിക്ക് പനിയായിരുന്നു. എന്നാലും പഴം ചെയ്ത പണി എന്താണെന്നറിയോ? ആസി എന്നൊരു വടുവിനെ ബദല് വിട്ടു. അങ്ങനെ പുറപ്പെട്ടിട്ട് അബൂജാല് പറയേ എല്ലാരും പിരിയുന്നാർ. എവിടേക്കാണ്? നമുക്കൊന്ന് ദുആ ചെയ്ത് പോകാന്ന് പറഞ്ഞു. ശ്രദ്ധിക്കട്ടോ, നല്ലൊരു കാര്യത്തിന് പോകല്ലേ, മുഹമ്മദോട് യുദ്ധം ചെയ്യാൻ പോകല്ലേ, നമുക്കൊന്ന് ദുആ ചെയ്യാം. എവിടേക്കാ ദുആ ചെയ്യാൻ പോകുന്നത്? പരിശുദ്ധമായ കഅബ ശരീഫിന്റെ പരിസരത്തേക്ക്. അബൂജാഹിൽ ദുആ ചെയ്യാൻ പോകാൻ നേരം കേട്ടോളി. അങ്ങനെ അബൂജാഹിലെ പ്രിയപ്പെട്ടവരെ ഉത്ബത്തും ശൈബത്തും വലിയതടക്കമുള്ള ഖുറൈശി പ്രമാണിമാർ കഅബയോട് ചേർന്ന് നിന്നിട്ടേ കഅബയുടെ ഹെല്ല പിടിച്ചു, ആ കിസ്വ പിടിച്ചു, ആ മൂടുപടം കരിമ്പടം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമുക്ക് പരിചയപ്പെടുന്ന മാപ്പിളക്കവി ഇറയോനെ ഹാദൽ ബൈത്തോടെ നായനെ ഹാക്കോട് ബാത്തിനി രണ്ടിൽ. കണ്ടോ, അല്ലാഹുവിനെ വിളിക്കുക, ആര്? അബൂജാഹിൽ വിളിക്കുക ഇറയോനെ. എന്താ അർത്ഥം? പടച്ചോനെ. ഹാദൽ ബൈത്തുടനായനെ, ഈ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ യഥാർത്ഥമായ ഉടമസ്ഥനായ അല്ലാഹ്. ഹക്കും ബാത്തിലും രണ്ട്, ഹക്കും ബാത്തിലും, ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും, സത്യവും അസത്യവും പോരടിക്കാൻ പോകാണ് ബദറിൽ വെച്ചിട്ട്. സത്യത്തിന്റെ ആളുകളെ നിലനിർത്തി മറ്റുള്ള അസത്യത്തിന്റെ ആളുകളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അപ്പൊ മറ്റവരൊക്കെ കൂടിയിട്ട് ആമീൻ. അബൂജാല ദുആ ചെയ്യുന്നത്. അബൂജാല ദുആ ചെയ്തിട്ട് അള്ളാഹ് ഉത്തരം കൊടുത്തു. അപ്പൊ പിന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം തരില്ല. തരും ഇൻഷാ അല്ലാഹ്. കാത്തിരിക്കും. ലാസ്റ്റ് ബദരീകളെ തവസ്സിൽ നമുക്ക് നല്ലൊരു പ്രാർത്ഥന ഉണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം. ഇപ്പൊ ഈ ഹമിക്കിനെ അറിയാം, ആർക്ക്? അബൂജാല അറിയാം അള്ളാഹ് ഉണ്ട് എന്നുള്ളത്. അബൂജാല അറിയാം. കാരണം അബൂജാലിന്റെ ഒരു കൂട്ടുകാരൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹക്കീമിൻ ഹുസാം. ആ ഹക്കീമിൻ ഹുസാം ഈ അബൂജാല് അബൂജാല് ഒഴിഞ്ഞിരിക്കുമ്പോ വേറെ ആരില്ല എന്ന് കണ്ടപ്പോ ഹക്കീമിൻ ഹുസാം മെല്ലെ ചെന്നിട്ട് വിളിച്ചു, അതാ ഓന്റെ ഉർജിൽ ബീൻ. എന്തൊക്കെയാ വർത്താനം ചോദിച്ചു? വർത്താനൊക്കെ സുഖമാണ്. ഭക്ഷണം കഴിച്ചു? ഭക്ഷണം കഴിച്ചു. വേറെന്താ? വേറെ ഒന്നുമില്ല. അല്ല, ഞാൻ നിന്നോട് കാര്യം ചോദിക്കണം, സത്യം പറയണട്ടോ. ഓ ശരി, ഞാൻ പറഞ്ഞോളാം.
സത്യം പറയാവൂ. എന്തോടോ ഹക്കീമ അങ്ങനെ പറയാൻ കാരണം? ഒന്നല്ല ഹമക്ക, എന്നെ നിക്കറിയല്ലോ, രണ്ട് കാര്യത്തിന് നീ വാ പൊളിക്കുക. ഒന്ന് നന്നായിട്ട് തിന്നാനും പച്ച നോണ പറയാൻ, അല്ലാണ്ട് എന്റെ വായ ഒന്നിനും പറ്റൂല. അത് എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്, എന്നോട് ആരും പെടില്ല, സത്യം മാത്രമേ പറയാവൂ, പറയില്ലേ പറഞ്ഞോളാം. അല്ല, ഈ മുഹമ്മദ് ഒരു പുത്തൻ പ്രസ്ഥാനം കൊണ്ട് വന്നിട്ടില്ല, അള്ളുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്റെ അഭിപ്രായത്തിൽ എന്താ അള്ളുണ്ടോ? അപ്പൊ അബൂജഹൽ എന്താ പറഞ്ഞത്? അള്ളുണ്ട്. എന്താ ചെങ്ങായിക്ക് പറയാൻ? അള്ളുണ്ടോ വെച്ചാൽ അള്ളുണ്ടോ? അള്ളുണ്ട്. മുഹമ്മദ് പറയുന്നത് സത്യമാണ്. അപ്പൊ ഹക്കീം ഉസ്സാമ താടിക്ക് കൈയിട്ട് കുറച്ചേരം അന്തം വിട്ടിരുന്നു. ഉത്തര എന്താ ഈ പണ്ടാറ പഴം പറയുന്നത്? അള്ളുണ്ട്. എന്നിട്ട് എന്താ വിശ്വസിക്കാത്ത ചോദിച്ചു. ഉത്തര അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നാ ശരി, മുഹമ്മദ് അള്ളാന്റെ പ്രവാചകനാന്ന് പറയുന്നത് അതോ? ശരി തന്നെയാണ്, അള്ളുണ്ട്, മുഹമ്മദ് പ്രവാചകനാണ്. പിന്നെ എന്താ ഹമക്ക എനിക്ക് വിശ്വസിച്ചാല് ചോദിച്ചപ്പം പറഞ്ഞ മറുപടി എന്താ? അഹങ്കാരം, കിബർ. ആ അള്ളാഹ്ക്ക് ഇന്ന നബിയാക്കി എന്താണ് ചോദിച്ചത്? ഞങ്ങളുടെ നബിയാക്കിയാൽ ഞാൻ വിശ്വസിക്കും, മക്കളുടെ എല്ലാരെ കൊണ്ട് ഞാൻ വിശ്വസിപ്പിക്കും, ഒരുപാട് മെമ്പർമാരെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അഹങ്കാര, കിബറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലത്തോട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ കണ്ട അബൂജഹൽ പുറപ്പെടുക. അബൂജഹലും സൈന്യവും പുറപ്പെട്ടു. 1250 പേരാ പുറപ്പെട്ടതെങ്കിലും വഴിയിൽ വെച്ചുകൊണ്ട് കച്ചവട സംഘം സുരക്ഷിതമായി കൊണ്ട് നാട്ടിലേക്ക് പോകുന്നു എന്ന വാർത്ത കിട്ടിയപ്പോ 300 പേരും തിരിച്ചു പോന്നു. ബാക്കി വരുന്ന ആളുകൾ അബൂജഹലിന്റെ പ്രേരണയ്ക്ക് വഴങ്ങിക്കൊണ്ട് ബദറിലേക്ക് മാർച്ച് ചെയ്തു. ബദറിൽ അവരെത്തി. സുരക്ഷിതമായ സ്ഥലം അവരെ തെരഞ്ഞെടുത്തു. അൽഹംദുലില്ലാഹ്. ആദ്യം എത്തിയതാര? അബൂജഹൽ. അല്ലാഹുവിന്റെ റസൂലിനെ കാര്യമൊന്നും അറിയില്ല, പാവം. അല്ലാഹുവിന്റെ റസൂൽ ദഫ്രാനിൽ കച്ചവടക്കാരെ കാത്തിരിക്കുകയാണ്, അബൂ സുഫിയാനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ബദറിൽ ആദ്യം ചെന്ന് സുരക്ഷിതമായ സ്ഥലം, കെട്ടുറപ്പുള്ള സ്ഥലം, യുദ്ധം ചെയ്യാൻ പറ്റിയ സ്ഥലം, വെള്ളമുള്ള സ്ഥലം എല്ലാം അബൂജഹലിന്റെ പാർട്ടി തെരഞ്ഞെടുത്തു. അവിടെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് ദഫ്രാനിലിരിക്കുന്ന മഹാനായ മുത്തനബിന്റെ മുമ്പിലേക്ക് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ പറന്നു വന്ന് സലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നമ്മൾ നേരത്തെ ഓതിയത് അങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബായ നബിയെ, കച്ചവട സംഘം ഒരു ഭാഗത്തൂടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി നിങ്ങളുടെ തലെടുക്കുവാൻ വേണ്ടി മക്കയിലെ അബൂജഹൽ അടക്കമുള്ള ഖുറൈശി പ്രമാണിമാര് കണ്ട ആയുധങ്ങളൊക്കെ വാരിക്കൊണ്ട് ബദർ വന്ന് ക്യാമ്പ് ചെയ്തിരിക്കുന്നു. രണ്ടാലൊന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. അല്ലാഹ് നിങ്ങൾക്ക് വഴിപ്പെടുത്തി തരും, അല്ലാഹ് നിങ്ങൾക്ക് വിജയം തരും. ഒന്നുകിൽ കച്ചവട സംഘം, അല്ലെങ്കിൽ യുദ്ധം. ഏതാ വേണ്ടത്? മഹാനായ മുത്തനബി ചോദിച്ചു സ്വഹാബികളോട്, സ്വഹാബാ, കച്ചവട സംഘമാണോ വേണ്ടത്, അതോ നമുക്ക് വേണ്ടത് നമ്മുടെ തലെടുക്കുവാൻ വേണ്ടി വന്ന അബൂജഹലിന്റെ തലയാണോ? ആ ധിക്കാരികൾ അഹങ്കാരത്തിന് അറുതി വരുത്തുകയാണോ? ആ സമയത്ത് സ്വഹാബത്തെ കിറാമേ വല്ലാതെ വിഷമിച്ചു പോയി. അവര് വല്ലാതെ പതറിപ്പോയി. അവര് പറഞ്ഞു, നബിയേ, വരുന്നേ സമയത്തിൽ ഇകൽ കോർമ അണുവും ഇല്ല, ബനികൾ സബൂജാത്തും വയിൻഡോരിൽ വസിയത്തില്ല, പുരുതും തുറുമ്പേൽ റിമാഹുകളെ അണിന്തതില്ല, പുരവീപിനാകിൽ കുൽബകുപ്പൊന്നും കരുതിയില്ല. അല്ലയോ ഹബീബായ നബിയേ, ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു യുദ്ധത്തിലുള്ള പുറപ്പാടല്ല. ഞങ്ങളുടെ ഭാര്യമാരോട് സമ്മതം ചോദിച്ചിട്ടില്ല, ഞങ്ങളുടെ മാതാപിതാക്കളോട് അനുമതി ചോദിച്ചിട്ടില്ല, കരളിന്റെ കഷ്ടമായ ഞങ്ങളുടെ മക്കളെ കെട്ടിപ്പിടിച്ചൊരാലിംഗനം ചെയ്തിട്ടില്ല പ്രഭോ. കാരണം യുദ്ധക്കളത്തിലേക്കല്ല പോകുന്നത്, ശത്രുവിന്റെ മുമ്പിലേക്ക് പിരടി കാണിക്കാനല്ലേ പോകുന്നത്. തിരിച്ചു വരാതിരിക്കാൻ നബിയേ, അന്ത്യയാത്രയാവാൻ സാധ്യതയുണ്ട് നബിയേ. വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നബിയേ. അതുകൊണ്ട് ഇത്തരുണത്തിൽ നമുക്ക് കച്ചവട സാധനമല്ലേ, അവരെ തടുക്കുകയല്ലേ നല്ലത്. ആയുധങ്ങളില്ലല്ലോ, ഭക്ഷണ സാധനങ്ങളില്ലല്ലോ, ഒരു സെറ്റപ്പും നമ്മുടെ മക്കളില്ലല്ലോ നബിയെ. കച്ചവട സംഘം ചുരുക്കമാണ്, അവരോട് നേരിടാനല്ലേ ആ കച്ചവട സംഘത്തെ തടുക്കാൻ പുറപ്പെട്ടത്. നമുക്ക് ഏറ്റവും നല്ലത് അതല്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വാടി. അത് കണ്ട അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഖത്താബ് പോലത്തെ ധീരരായ സ്വഹാബത്തെ കിറാം റസൂലുള്ളാഹിനെ ഇഷ്ടം ചെയ്യാൻ പറഞ്ഞുവെങ്കിലും മഹാനായ മുത്തനബി വീണ്ടും ചോദിക്കുകയാണ്, ഓ സ്വഹാബത്തെ, അരുളിമറേത്തിനുമുണ്ടാ സ്വഹാബില്ലാറ്റിൽ നബിതാൻ അരികറൻ സാറുകളെ സമൂഹം തനയകത്തിൽ കൊസുദാ
ഒരുമിത്തേ തലത്തിൽ എത്തി പൂജി അത്താലേ ഭവിത്തേ ഒമ്പൊരു ദിവസം വധിക്കുമ്പോൾ മാലും ഉണ്ടാമോ ഹിതത്തേ വെളിപ്പെടുവാൻ തനയാ കരുത്തർ പിന്നും മടക്കി ചൊരി തിടവെ വേദനയാ തരുളറവസ്കിളയിലുള്ളേ ചെയ്തകും സാദാം തലവരാനേ ഇബിനുമാ നീളുംദൂരത്ത് പൊളുതാ പൊങ്കി തിളങ്കും വജ്ര മണിയേ ഒരുത്തും പോരേറെ ഭോഗത്തേക്കെങ്കിൽ വിഡോവിൻ ഹാമി നബിയേ വികത്തരാനേ പകയോരോടുൾ ഇരണച്ചിന്തൈ ഉണർന്നേ വിസമില്ല ഭൂറ്റെമികളോട് ഉറപ്പൊരുക്കം കണിന്തേ പകയരോട് ഇരണച്ചിന്തൈ ഉണർന്നേ ബിസ്മില്ലാഹുടെ ഉറപ്പൊരുക്കം കഴിന്തേ ജിഗത്തേരാണോട് സഅദ് ചൊന്നേ വചനമെല്ലാം സമിആയി ജിനാനിന്റെ തിരുമുഖവും തിളിന്തി പൂർത്തി ഫർഹാ. മുത്തുനബി വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോഴേ അൻസാരികളുടെ തലവനായ സയ്യിദുൽ മുആദ് എന്ന ചെറുപ്പക്കാരൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ ഈ ചോദ്യം ഞങ്ങളോടാണോ? ഞാൻ സഅദേ, അതെ അതെ. മദീനക്കാരായ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളുടെ നാട്ടിലാണ് താമസിക്കുന്നത്, നിങ്ങളുടെ സഹായം ഏറ്റുവാങ്ങിയിട്ട്. മാത്രമല്ല ഈ സംഘത്തിൽ എണ്ണമറ്റ കൂടുതൽ ആളുകൾ നിങ്ങളാണ്. അതുകൊണ്ട് അബൂബക്കർ ഉമറൊക്കെ എന്റെ കൂടെ വന്ന മക്കാരാ, നിങ്ങൾ മറുപടി പറ, എന്താ ഞാൻ ചെയ്യേണ്ടത്? മഹാനായ സയ്യിദ് തങ്ങൾ പറഞ്ഞു, നബിയേ എവിടെയാണ് ശത്രുക്കൾ, അവരുടെ മുമ്പിലേക്ക് ഞങ്ങളെ അയക്കൂ നബിയേ. ഞങ്ങളുടെ മുടുക്ക്, ഞങ്ങളുടെ ശക്തി, ധീരത അവിടെ വെച്ചുകൊണ്ട് കാണിച്ചു തരാം നബിയേ. ഇത് എന്റെ അഭിപ്രായമല്ല, മദീനക്കാരാകമാനമുള്ള ഒരു അഭിപ്രായം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ പുറപ്പെട്ടു, ഞങ്ങൾ പുറപ്പെട്ടു. ഇത് പറഞ്ഞതോടുകൂടെ എനിക്ക് വല്ലാത്ത സന്തോഷമായി. മഹാനായ മുത്തുനബി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബികളെ എഴുന്നേൽക്കൂ, പോവാം. അല്ലാഹുവിന്റെ നിഅമത്തും റഹ്മത്തും ബറക്കത്തൊക്കെ കോരിച്ചെരിയുന്ന ബദറിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മുത്തുനബിയും അനുയായികളും ആ കച്ചവട സംഘത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ദഫ്രാനിക്കുന്ന അല്ലാഹു റസൂലും അനുയായികളും പ്രിയപ്പെട്ടവരെ സാഹചര്യം അവരതാ ബദറിലേക്ക് എത്തിക്കുകയാണ്. അവര് ബദറിലെത്തി. ഒരു പരിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസം 17 രാവ് വെള്ളിയാഴ്ച രാവിലെ അൽഹംദുലില്ലാഹ് ആ ധീരനായ അലിയാർ തങ്ങളും സഅദ് തങ്ങളും മുസഅബ് തങ്ങളും പതാക പൊക്കിപ്പിടിച്ചുകൊണ്ട് നെഞ്ചിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നാളെ നേരം വെളുക്കട്ടെ നമുക്കൊന്ന് കാണാം എന്ന വെല്ലുവിളിയുമായി ബദറിലേക്ക് ചെല്ലുമ്പോ അമ്പരക്കുകയാണ് അബൂജഹലിന്റെ പട്ടാളം. പക്ഷേ ബദറിൽ ചെന്നപ്പോ സുരക്ഷിതമായ ഇടം തെരഞ്ഞെടുത്തത് അബൂജഹലല്ലേ. ആദ്യം വന്നത് അവരല്ലേ. അതുകൊണ്ട് മഹാനായ മുത്തുനബി എത്തപ്പെട്ട സ്ഥലത്തോ ഒരു ചതുപ്പ് ഏരിയായിരുന്നു. മാത്രമല്ല കാലിങ്ങനെ വെക്കുമ്പോ അങ്ങനെ താന്നു പോക പൊടിയും ഒരു ജാതി ചതുപ്പ് ഏരിയ. അത് മാത്രമല്ല വെള്ളമല്ല, ഒതുടിക്കണം, നിസ്കരിക്കണം. അന്നാണെങ്കിൽ താഴമ്പത്തിന്റെ ആയത്ത് ഇറങ്ങിയിട്ടില്ല. വെള്ളം തന്നെ വേണം സ്നാനം ചെയ്യാൻ, മണ്ണ് പറ്റൂല. ആ നിയമം വന്നിട്ടില്ല. മഹാനായ മുത്തുനബിയോട് അന്യായം പറഞ്ഞ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ കരങ്ങൾ ഉയർത്തി ശക്തമായ മഴ കൊണ്ട് പെയ്തു. അൽഹംദുലില്ലാഹ് ഒട്ടകങ്ങളും കുതിരകളും ചാടി പൊളച്ച് കളിച്ച് കുളിക്കാൻ തുടങ്ങി. സ്വഹാബത്തെ കിറാമിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബികളെ ഒരു തടാകം കെട്ടിയുണ്ടാക്കിക്കോ, വേഗം ഒരു വെള്ളത്തട, ഒരു ഹൗദ് കെട്ടിയുണ്ടാക്കിക്കോ. അൽഹംദുലില്ലാഹ് ഒരു തടാകം മഹാന്മാരായ സ്വഹാബത്തെ കിറാമ് കെട്ടിയുണ്ടാക്കി. അതിൽ നിന്ന് ഒന്നെടുത്തു, അവര് കുളിച്ചു, അവര് കുടിച്ച് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് സുഖമായി ഒന്നിങ്ങനെ വിശ്രമിക്കുക. അല്ലാഹുവിന്റെ റസൂൽ ചെറിയ ഹൈബക്ക് കെട്ടിക്കൊടുത്തിട്ട് മഹാനായ മുത്തുനബി അനുയായികളെ വിശ്രമിക്കുക. ആ വിശ്രമിക്കുന്ന സമയത്ത് പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നാളെ നേരമെടുത്ത യുദ്ധല്ലേ. ആ ഹക്കീം ബിൻ ഹിസാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ധീര മനുഷ്യൻ മഹദിയായ ഖദീജാവിന്റെ കുടുംബക്കാരനാണ്. ആ ഹക്കീം ബിൻ ഹിസാം മുത്തുപത്രോട് ചെന്ന് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, യുദ്ധമല്ലാതെ നാട്ടിലേക്ക് മടങ്ങി പോവുക. ഈ മുഹമ്മദിന്റെ കൂട്ടത്തിലെ ആൾ
നമ്മുടെ ആൾക്കാർ കുടുംബക്കാരായി എങ്ങനെ ഏറ്റുമുട്ടിയ അപ്പൊ ഉത്തമത്ത് പറഞ്ഞു ഞാനൊന്ന് പോയി നോക്കിയിട്ട് അബൂജാലിനോട് പറയും മുണ്ടണ്ട ഇവിടെ ഇരുന്നോ, നമ്മള് രണ്ടാളും കൂടി പോവണ്ട. അങ്ങനെ ഉത്തമത്ത് പിന്നാക്കം കയ്യെട്ടിട്ട് ഇങ്ങനെ പോയി പ്രസിഡന്റായ അബൂജാലിന്റെ അടുത്ത് ചെയ്തിട്ട് മെല്ലെ ഇരുന്നിട്ട് പറഞ്ഞു എന്തൊക്കെയാണ് അർത്ഥം ചെയ്ത് സുഖാണ്, നാളെ നേരത്തെ യുദ്ധല്ലേ. അതെ, അല്ലോട് എങ്ങനെ യുദ്ധം ചെയ്യാ? മുഹമ്മദിന്റെ ആളുകളും നമ്മുടെ ആളുകളും പരസ്പരം കുടുംബക്കാരല്ലേ, ബന്ധുക്കാരല്ലേ, അമ്പുകളല്ലേ, മക്കളല്ലേ, എങ്ങനെ യുദ്ധം ചെയ്യാ? ഇത് ചോദിച്ചപ്പോ അബൂജാൽ പറഞ്ഞെന്താ, അങ്ങോട്ടടിക്കാം ഇങ്ങോട്ടടിക്കാം, ഇങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വിട്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ നിനക്ക് എടകൊണ്ട തിരിയുള്ളൂ. ഹമുക്കെ എവിടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ല. അങ്ങനെ ഭയങ്കര ഷണ്ട കൂടി ഇതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ഹക്കീമിനോടും ഉത്തുബത്തിനോടും ദേഷ്യപ്പെട്ടുകൊണ്ട് അബൂജഹലെ തന്റെ കുതിരനെ കൊണ്ട് കൊണ്ടുവന്നു. അഹങ്കാരി ഹൗദജി എന്ന കുതിരന്റെ പേര്. ആ കുതിരനെ കൊണ്ടുവന്നിട്ട് ആ കുതിരപ്പുറത്തേക്ക് ചാടി അങ്ങോട്ട് കയറി അബൂജഹൽ ഒരു പ്രകടനം കാഴ്ചവെക്കുക. തന്റെ ഉറയിലെ കിടക്കുന്ന വാള് വലിച്ചു ഊരിക്കൊണ്ട് ആ കുതിരന്റെ കാല് 2-3 അടിയം കൊട്ടിടിച്ചുകൊണ്ട് കുതിരങ്ങനെ ഓടിപ്പിക്കാൻ തുടങ്ങി. കണ്ടോ, കോട്ടത്തൻ മുകളിൽ ഹേമ പിടിപാൽ ഹസ്തമിലണവായി കിട്ടിക്കിട്ടമ്മ കൂട തിരുമുടി നിർത്തി തലക്കൊടിവായി വല്ലബിലെ കിരീട ഫർസൈ സൈഫ് വരത്തി തിരുളർബായേ തിരുമുടി നിർത്തി തലക്കുടിവായി ഇരക്കോപത്തോടെ ജുനൂദിട ചടിത്തോടി പരീക്ഷണമിൽ ഇട ചുമട ചൊടിക്കിടുകിടനേത്തടം പൊടി ഉഷർവായി പ്രകൃതിയിൽ ഇരുവർകൾ ഒത്തമുൻ രജഅബിരുത്തോരെ മുമ്പണവായി കുറി ചേവത്തോടെ കൈമിലും പാടി തീരു തോനുത്തുബത്തിലും കുറുകവെകി ക്ഷണമിട ഇതിലെ പൊഴിതുമൈ വിടുവീരേ എമൈ മതി കുലകുടി കെത്തിടും ഭരണമേ ക്ഷണമുള്ളർ വീരേ. അബൂജാലിന്റെ പ്രകടനം കണ്ടിട്ട് എല്ലാരും അന്തം വിട്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ പേടിക്കുന്നു വേണ്ട. അബൂജാലിനെ എനിക്കറിയാം, മക്കൾക്ക് എനിക്കറിയാം. പക്ഷേ മക്കയിൽ നിന്ന് അബൂജാലിന്റെ പ്രേരണ പ്രകാരം കുറച്ച് ആളുകൾ യുദ്ധത്തിൽ വന്നിട്ടുണ്ട്. അവരെ നിങ്ങൾ കണ്ടറിയണം, അവരെ നിങ്ങൾ വെട്ടരുത് എന്ന് മഹാനായ മുത്തനബി ഉപദേശം കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളും വെരിവെരിക്ക് നിൽക്ക്. അബൂജാലിന്റെ പാർട്ടി ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും വാളുകളൊക്കെ എടുത്ത് അവർ റെഡിയായി അബൂദുത്താർ വർഗ്ഗക്കാർക്ക് പടക്കൊടി കൊടുത്ത് നിൽക്കട് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ടവരെ പടക്കൊടികൾ കൊടുത്തുകൊണ്ട് ആരുടെ കയ്യില് ഒന്ന് മുസ്അബ് തങ്ങളുടെ കയ്യിൽ തന്നെ, മറ്റൊന്ന് അലിയാത്തങ്ങളുടെ കയ്യിൽ തന്നെ, മറ്റൊരു പതാക സഅദ് ബിൻ ഉബാദിന്റെ കയ്യിലെന്ന അഭിപ്രായമുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ 3 പതാകയും കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മറുഭാഗ റെഡിയായി, അതിനുണ്ട് യുദ്ധത്തിന് റെഡിയായി നിൽക്കൂ. ഉറപ്പിപ്പാൻ അരുള് കേട്ട് സ്വഹാബാക്കൾ നിരത്തെ ഉശർബേയുൽ കുടികളും അണികേലിൽ പിടിത്ത് മധുബാലർ വഴി കൊള്ള ഉടൽ നേരായി നിറുത്ത് മനം മുന്തി അരികറുകൾ സബ് തിരുപോൽ കരുത്ത് കേട്ട് സ്വഹാബാക്കൾ നിലത്തെ ഉഷർമയുൾ കുടികളും അണികളിൽ പിടിത്തേ മരുവാലർ വഴി കൊള്ള ഉടൽ നേരായി നിറുത്തേ മനം മുന്തി അരികറുകൾ സബ് തിരുപോൽ കരുത്തേ മുഖം മുന്നി കടൽ സഫങ്കുറത്തെ തിരുമൂറ്റി സമയത്തിൽ മദീനയെ അളൈത്ത് തിരുനബികൾ സഫി ദിദാനാടെന്തിർത്തെ നയന്തുടൻ സവാവാകു നദീനാലെ തടുക്കേ അടി നീല ചുമടിയിലെ അക്കബൊപ്പം വരിക്കേ ആവാനോ പളവും അണയാതെന്തുരേ. ഇൻഷാ അല്ലാഹ് യുദ്ധം നടക്കാൻ പോവാണ്.
മഹാന്മാരായ സ്വഹാബത്തെ കിറാമ് അണിയണിയായി നിൽക്കുക, വിരിവിരിയായി നിൽക്കുകയാണ്. ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കള് ഈ ദീന് പഠിക്കുന്ന നമ്മുടെ കോളേജിലെ മക്കൾ നിങ്ങളുടെ മുമ്പിലൂടെ ബക്കറ്റുമായി വരിക. മാന്യ ശ്രോതാക്കളായ എല്ലാ സഹോദരികളും മാന്യമായി തന്നെ അവരെ സ്വീകരിക്കും. നിങ്ങൾ കൊടുക്കുന്ന സംഭാവന 500 ആണെങ്കിലും 1000 ആണെങ്കിലും 100 ആണെങ്കിലും ഒരു നിയ്യത്ത് മനസ്സിൽ കരുതുക, റബ്ബേ ഇത് ഞാൻ എന്റെ മരണപ്പെട്ട വാപ്പാക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിന് വേണ്ടി എന്നൊരു നിയ്യത്തോടു കൂടെ അതിൽ നല്ലൊരു സംഭാവന ഇട്ടുകൊടുക്കുക. ഇൻഷാ അല്ലാഹ് സഹോദരികളെ, നിങ്ങളെ മറുഭാഗത്തുണ്ട് എന്നറിഞ്ഞു. അൽഹംദുലില്ലാഹ് മാന്യ സഹോദരികളൊക്കെ നല്ല കാര്യമായി സഹകരിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുമ്പോ എന്റെ സഹോദരികൾ എല്ലാവരും ഒരു സ്വർണത്തിന്റെ മോതിരെങ്കിലും കൊടുത്താൽ ഇന്ന് ബദരീകളെ തവസ്സിൽ ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഒരു സ്വർണത്തിന്റെ ആഭരണം ഞാൻ എവിടെ പോയാലും കിട്ടലുണ്ട്. എന്റെ സഹോദരിമാരെ, ഈ ഇരിക്കുന്ന 100 ഇൽമിനെ തേടുന്ന മക്കള് ഖിയാമത്ത് വരെ അവർ തേടിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. കാരണം അവരിങ്ങനെ അറിവ് കൊടുത്തിട്ട് ഖിയാമത്ത് വരെ അവരെ ശിഷ്യഗണങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നതിന് ഒരു വിഹിതം നിങ്ങളെ ഖബറിലേക്ക് വരും. നമ്മുടെ മക്കളൊന്നും ചിലപ്പോ ഖബറിങ്ങ വന്ന് പ്രിയപ്പെട്ട സഹോദരികളെ ദുആ ചെയ്യാൻ അവർക്ക് ഒടിവുണ്ടാവൂല, വരൂല. കാരണം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാന്യ സഹോദരികൾ ഒരു സ്വർണത്തിന്റെ വളയ മോതിരോ നല്ല സംഭാവനകൾ കൊടുക്കുക. അല്ലാഹു നിങ്ങളുടെ സംഭാവന സ്വീകരിക്കട്ടെ. ഫാത്തിമത്ത് സുഹറബത്തൂരോട് കൂടെ സുഖലോക സ്വർഗം പോകുന്ന സഹോദരിമാർ, റബ്ബേ എന്റെ സഹോദരികളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ, ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവിന് കൊടുത്താൽ അതിന് ബദൽ നീ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ 100 കൊടുത്താൽ 10,000 കൊടുക്കുന്ന റബ്ബ് നീയാണ്. അവൻ അറിയാതെ ഭാഗത്തൂടെ ഓരോ ആണിനും പെണ്ണിനും നീ അല്ലാഹുവേ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഈ മക്കൾ ആമീൻ നിങ്ങൾക്കുണ്ടാവും. സഹോദരികളെ കാര്യമായി തന്നെ സഹായിക്കാൻ ഇൻഷാ അല്ലാഹ്. ശബ്ദം ഉടനെ സംഭവിച്ചത് മഹാനായ മുത്തുനബി അതാ പ്രിയപ്പെട്ടവരെ വെരിവെരിക്ക് നിൽക്കുവാൻ സ്വഹാബത്തെ കിറാമിനോട് ആഹ്വാനം ചെയ്തു. അൽഹംദുലില്ലാഹ് അവര് വെരിവെരിക്ക് നിൽക്കുകയാണ്, മുഖാമുഖം നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് ശത്രുപക്ഷത്തിന് രാജാനുബാവു, ഒരു കരുത്തൻ, ഒരു ധീരൻ, ഒരു മല്ലൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മതപ്രകാരം കെട്ടിയുണ്ടാക്കപ്പെട്ട ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ വീറോടുകൂടെ വാശിയോടുകൂടെ പടക്കളത്തിലേക്ക് ഓടി വരിക. അവന്റെ കുതിരപ്പുറത്ത് ഓടി വന്നിട്ട് വെല്ലുവിളിച്ചു. അവന്റെ ആളുകളെ നോക്കി, ഞാൻ ആരാന്നറിയോ? ഞാൻ പോകുന്നത് എങ്ങോട്ടാന്നറിയോ? മുഹമ്മദിന്റെ സമ്മതമില്ലാതെ, മുഹമ്മദിന്റെ ആളുകളുടെ അനുമതിയില്ലാതെ അവരുടെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ, അതല്ലെങ്കിൽ പൊട്ടിക്കുവാൻ, അല്ലെങ്കിൽ അവിടെ കതിച്ചാകുവാൻ ലാത്തയാണ്, ഉസ്സയാണ്, ഹുബുൽ മനാത്ത തന്നെയാണ് സത്യം. ഞാനത് നടത്തും എന്ന് പറഞ്ഞിട്ട് ഇന്നു മുതൽ എനിക്ക് ഭക്ഷണമില്ല, ഇന്നു മുതൽ എനിക്ക് വെള്ളമില്ല, ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകില്ല, എന്റെ വാശി നടക്കാതെ എന്ന വാശിയിലെ വാക്ക് പറഞ്ഞ് അവൻ നേരെ അവന്റെ കുതിരനെ തിരിച്ചു എവിടേക്ക്? ഇലാ ഹദറത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലും സൈന്യവും പ്രിയപ്പെട്ടവരെ അണിയണിയായി നിൽക്കുന്ന ഭാഗത്തിലേക്ക് തിരിച്ചിട്ട് വിളിച്ചു, യാ മുഹമ്മദ്, യാ സമു മുഹമ്മദ്, മുഹമ്മദിന്റെ അനുയായികളെ, നിങ്ങളുടെ സമ്മതമില്ലാതെ, നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നിങ്ങളുടെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാനാണ് ഞാൻ വരുന്നത്. തടയിടുവാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? തന്തയ്ക്ക് പറഞ്ഞവരുണ്ടോ? ആൺകുട്ടികളുണ്ടോ? വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങോട്ട് ചീരി ചെന്നപ്പോൾ അവിടെ ഹൗദിന്റെ കാവൽ നിൽക്കുന്നത് ആരാ? മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ. ഹംസത്തുൽ ഖറാർ തങ്ങളുണ്ട്. ഇവന്റെ പോർവിളി കേട്ടപ്പോ, ഇവൻ ചാടി വരുന്നത് കണ്ടപ്പോ ആരടാ വീരവാദം പറഞ്ഞു വരുന്നത്? ആരടാ വെല്ലുവിള കൂരമ്പുകളുമായി വരുന്നത്? മഹാനായ ഹംസത്തുൽ ഖറാർ ഷട്ടക്കൊടും ചെയ്തപ്പോൾ ആ വരുന്ന ഭാഗത്തേക്ക് മഹാനായ ഹംസത്തുൽ ഖറാർ പ്രിയപ്പെട്ടവരെ ചീരി അങ്ങോട്ട് എടുക്കുകയാണ്. അവൻ ഹൗദിന്റെ ഭാഗത്തിലേക്ക് വന്നാൽ പലതും സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ ഹംസ ചാടിയടുത്തു
സയ്യുന അംറിയന്റെ ഹൗലടൂപ്പദാർ ഞാനിരിക്കവേ ജിന്നും ഇൻസിലും നാങ്കിതിക്കിലുമില്ല പേര് താനമൂറ്റൊരു വമ്പൻ ഉണ്ടുപൽ കണ്ടിടട്ടെ കുടിപ്പതായി തഞ്ച് മൂറ്റ നിന്റെ വാക്കിൽ ജവാബുരെ തരിശീപ്പതായി ജിന്മനു അഞ്ചിൽ പേട്ടിടും അസിയതാം അസുവതെണ്ടൊരു നാമമൊട്ടും അമാലിൻ തശൂരതാം അറ്റമേറ്റി നീക്കുമറുന്നവൽ നീ ശാരിപോറി ആരദണ്ട് നിന്തടു കമിയും കണ്ടു കൊള്ളുകാരി പ്രിയപ്പെട്ടവരെ, ആരടാ വീരവാദം പറഞ്ഞു വരുന്നത്? ആരടാ നാമം പേറിക്കൊണ്ടുവരുന്നത്? എടാ, ഹംസ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മതപ്രകാരം കെട്ടിയുണ്ടാക്കപ്പെട്ട ഹൗദിന്റെ കാവൽ ഭടനായി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഇരിക്കുമ്പോ ആരടാ ഇല്ല തെക്കിലോ വടക്കിലോ പടിഞ്ഞാറിലോ കിഴക്കിലോ ഒരു ഉമ്മാന്റെ മുൻദ്വാരത്തിലൂടെ ഒരാൺ കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ല, ഒരു പെണ്ണും ഒരു ജിന്നിനും ജന്മം നൽകിയിട്ടില്ല. താരമുറ്റൊരു വമ്പനുണ്ടോ? ഇനിയോ അങ്ങനത്തെ ഒരു വമ്പനുണ്ട് ബൽ എന്നാ കണ്ടിട്ട് കുടിപ്പതായി വെള്ളം കുടിക്കടാ. ഹംസ അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് കാവൽ പെണ്ണായിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വീരവാദം പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കാൻ വരുന്ന ആൺകുട്ടിയാര് ഹംസക്കൊന്ന് കാണാൻ എന്തോ പറഞ്ഞതോടുകൂടി ആ വന്ന വ്യക്തി ചോദിച്ചു, ഹംസ 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 അസ്വദ് ഉണ്ട് ഒരു നാമം ഒട്ടും പേരും പ്രസിദ്ധിയുമില്ല യുദ്ധ നിപുണനായ അസ്വദിനെ നിനക്കറിയില്ലേ ഹംസ? അസ്വദ് എന്നൊരു പേര് നീ കേട്ടിട്ടില്ലേ ഹംസ? മഹാനായ ഹംസത്തുൽ ഖദാർ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ടോ ഇല്ലേ, അറിയോ ഇല്ലേ, അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. പക്ഷേ നീ പറഞ്ഞ എന്താണ്? വെള്ളം കുടിക്കുമെന്നല്ലേ, കുടിക്കണ വെള്ളം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞതോടുകൂടി ദുഷ്ടനായ അസ്വദ് ആ ഹൗദിന്റെ ഭാഗത്തിലേക്ക് ചീരിങ്ങോട്ടെടുക്കുമ്പോൾ ഹംസ ചാടിയിൽ മാറടാ നബി മഹ്മൂദ് വെള്ളം കുടിക്കുന്നോരാരടാ. ഹംസ റളിയല്ലാഹു ചാടി തമ്പിയെ ശിവതി മാറടാ വള്ളൽ നബി മഹ്മൂദ് വെള്ളം കുടിക്കുന്നോരാരടാ. കാവിൽ വെച്ചുള്ള സംഭരമിൽ വന്നി ചേരടാ ഖൈറുൽ ബറാ നബിയാർ കൂളെ തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. ഹംസ റളിയല്ലാഹു ചാടി തമ്പിയെ ശിവതി മാറടാ വള്ളൽ നബി മഹ്മൂദ് വെള്ളം കുടിക്കുന്നോരാരടാ. മഹാനായ സയ്യിദുന ഹംസത്തുൽ ഖദാർ വന്നിട്ട് നീ വെള്ളം കുടിക്കുന്നല്ല പറഞ്ഞ കുടിക്കടാ. ഇത് പറഞ്ഞതോടുകൂടെ ഹൗദിന്റെ ഭാഗത്തിലേക്ക് അസ്വദില്ലാത്തോ ചാടി വരുന്നതോടുകൂടി സയ്യിദുന ഹംസത്തുൽ ഖദാർ തന്റെ വാളും കൊട്ട് ഊരി കൊടുത്ത് ബിസ്മില്ലാഹ് ഈ വെട്ടന അസ്വദ് തടുക്കുകയാണ്. ഇതോടുകൂടി പ്രിയപ്പെട്ടവരെ, അവന്റെ 18 ആയുധങ്ങളും അത് അവൻ രംഗത്തേക്ക് എടുത്തു. അതികഠിന കഠോരമായ യുദ്ധം വഹിച്ചു വിടുകയാണ്. മഹാനായ സയ്യിദുന ഹംസത്തുൽ ഖദാർ ഒറ്റ വാള്, ഒരു വാള് കൊണ്ട് അവൻ അടിയും ഇടിയും വെട്ടും തട്ടും കുത്തും എല്ലാം തകൃതിയായി തടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുക. കുടിവെള്ളങ്ങൾ അമ്പലത്തിലേക്ക് വട്ടമിട്ടുകൊണ്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ ജൂലൈ മാസത്തിലെ തിരമാലകളെ പോലെ ആക്രമിപ്പിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എതിർത്തോട്ടൻ കണ്ടു കുടുംബയുള്ളവർ ഇരുവരും പൊരുതാരെ ഏകത്തിനല്ലേറെ പുലി അവരോട് കുറയാതെ നിലയാരെ കടു കുറയാതെ നിലയാരെ അവർ തീരക്കലാൽ അവൻ്റെ ഒഴിക്കല ഫകത്തിലെ നടി നിലക്കലാൽ അവർ തീരക്കലാൽ അവൻ്റെ ഒഴിക്കല ഫകത്തിലെ നട ഇരുവരി സഫിന്റെ നടുവിലെ പരവചമർ ചോടിയായി കരുടന സേവരുടെ ഇരുടികളും മുറിയ നവഘടകങ്ങളും മുറിയ. ഇത്
അവ 9 ആയുധങ്ങൾ അത് പിടിച്ചുകൊണ്ടുവന്ന അസ്വദ് നിലക്കലാൽ അവർ രണ്ടുപേരും നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാത്തോ കഠോരമായ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിലക്കലാൽ അവർ തിരക്കലാൽ അവൻ ഹൗദിന്റെ ഭാഗത്തിലേക്ക് അസ്വദ് ഹംസത്തുൽ ഖറാനെ തിരക്കിങ്ങനെ കൊണ്ടുപോകുക. ഒഴിക്കലാൽ ഖിൽഫഖത്തിലെന്നടി ആ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് അകത്തേക്ക് യുദ്ധക്കളത്തിന്റെ സെന്ററിലേക്ക് മഹാനായ ഹംസത്തുൽ ഖറാൻ അവനെങ്ങനെ തട്ടി കൊണ്ടുവരിക. സുബ്ഹാനല്ലാഹ്. ഇരുവേദി സഫീനയുടെ നടുവിലെ ഭാരമായി ചമര ജോഡിയായി 2 സഫിന്റെ സെന്ററിൽ എത്തിയതോടുകൂടി ഹംസത്തുൽ ഖറാൻ യുദ്ധത്തിന് മാറ്റുകൂട്ടി. തന്റെ സ്വഭാവം ഒന്ന് മാറ്റി കഠോരമായിരിക്കുന്ന അക്രമങ്ങൾ അയച്ചുവിട്ടു. ഇതോടുകൂടെ അവന്റെ 18 ആയുധങ്ങളും മുറിഞ്ഞു. പ്രിയപ്പെട്ടവര്, 18 ആയുധങ്ങളും മുറിഞ്ഞ് കയ്യിൽ ആയുധമില്ലാതെ രണാങ്കത്തിൽ ചിതറിക്കെടുക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുകൊണ്ട് ഹംസത്തിന്റെ മുഖത്തേക്ക് നോക്കി 18 ആയുധം ഏറ്റുവന്നിങ്ങനെ നോക്കുക. 18 ആയുധങ്ങൾ ഏറ്റുവന്നവൻ ഹംസത്തുൽ ഖറാന്റെ മുഖത്തേക്ക് അന്തം വിട്ട് നോക്കുമ്പോൾ മതത്തിൽ ഹംസത്തിന്റെ അസ്വദിലെ ഒരു സ്വാഗതം മൊഴിയാണ്. മഹാനായ ഹംസത്തുൽ ഖറാൻ ഭയങ്കര ഗൗരവത്തിൽ, ഭയങ്കര ദേഷ്യത്തിൽ അവരോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അറിയടാ, പരിശുദ്ധമായ ദീനെ തകർക്കുവാൻ വേണ്ടി ലോകത്താദ്യമായി പടപാടുമായി ഇറങ്ങിയത് നീയാ. അതിന് ബദൽ ഞാൻ നിനക്ക് തരുന്നുണ്ട്. പക്ഷേ നീ വെള്ളം കുടിക്കുന്നു പറഞ്ഞില്ലേ, ആ വെള്ളം ഒന്ന് കുടിക്കടായിരിക്കും കാണാനാ. മഹാനായ ഹംസത്തുൽ ഖറാൻ തന്റെ വാളും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, കുടിക്കാ വെള്ളം, അതിനൊന്ന് കാണാനാ. അവന്റെ വാശി നിറവേറ്റാൻ ഹൗദിന്റെ ഭാഗത്തിലേക്ക് അവൻ അടുക്കുന്നതോടുകൂടെ അവനോട് തിരിച്ചും മല്ലിടയിൽ പറ്റി മശഹൂർ ശുജാഅത്തുല്ലോൻ അസ്വദ് ഇണങ്കിരി പൊളിയായി. അവന്റെ വാശി നടക്കാൻ പാടില്ലല്ലോ. അത് നടക്കുമെന്ന് ബോധ്യപ്പെട്ട സയ്യിദുനാ ഹംസത്തുൽ ഖറാൻ ചാടിക്കൊണ്ട് കൊടുത്തു ഈ വെട്ടും കൂടെ വെട്ടിയതോടുകൂടി അവന്റെ 2 ചുമലിന്റെ ഇടയിൽ ആ വെട്ട് പറ്റുകയും തലയും ഒരു കൈയും ഒരു ഭാഗത്തിലേക്കും മറു കൈയും ഒരു ഉടലും ഒരു ഭാഗത്തിലേക്ക് തിരിച്ചങ്ങോട്ട് പോയി. ഈ രംഗം കണ്ട അബൂജഹൽ അന്തം വിട്ട് തടിയടങ്കിലും നെടുങ്ങിണ്ടവർ അവരാകെ അന്തം വിട്ടുപോയി. കാരണം അവരെ സെൻട്ര തൂണ കടപുഴകി വീണത്, അവരെ മെയിൻ ആളെ കടപുഴകി വീണത് പുത്തിരിയിൽ കല്ല് കടിച്ചത് പറഞ്ഞതുപോലെയായി. ഇതോടുകൂടെ പ്രിയപ്പെട്ടവരെ പകരം ചോദിക്കാൻ ഓടി വരിക ഉത്ബത്ത്, ഷൈബത്ത്, മകൻ വലീദ്, വാപ്പാന്റെ അനുജൻ മകൻ വലീദും, ഉത്ബത്തിന്റെ മകനാ വലീദ്, വാപ്പയും എളാപ്പയും മകനും. ഇവര് 3 പേര് രണാങ്കണത്തിലേക്ക് വന്ന് വെല്ലുവിളിച്ചു, യാ മുഹമ്മദേ, ഞങ്ങളോട് ഏറ്റുമുട്ടാൻ ആരാ ഉള്ളത്? ധീരന്മാര് വരൂന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടെ മദീനക്കാരായ 3 അൻസാരികൾ ഇറങ്ങിച്ചെന്നു. പക്ഷേ ആ മദീനക്കാര് 3 പേര് ഇറങ്ങിച്ചെന്നപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യമില്ല. ഞങ്ങൾക്ക് ആരനെ വേണ്ടെന്നറിയോ? മക്കക്കാരായ ഞങ്ങളുടെ നാട്ടുകാരായ ആളുകൾ നിങ്ങളുടെ നാട്ടിൽ വന്ന് പുതിയ ദീനുമായി ഇങ്ങനെ നടക്കുന്നില്ലേ, അവരെ ഞങ്ങൾക്ക് വേണ്ടത്. മുഹാജിറുകളിൽ നിന്ന് നിങ്ങൾ വിളിക്കുന്ന മക്കക്കാര് അവരാരാ? ഞങ്ങൾ ഏറ്റുമുട്ടാൻ കരുത്തുള്ളവരുണ്ടോ? ധീരന്മാരുണ്ടോ? ഒരു 10 മാസം ഗർഭത്തിലിട്ട് പൂർണ്ണമായി പ്രസവിക്കപ്പെട്ട ആളുകൾ ആരാ? ഇതങ്ങോട്ട് പറഞ്ഞതോടുകൂടെ പ്രിയപ്പെട്ടവരെ അതാ രണാങ്കളത്തിലേക്ക് എടുത്തു ചാടി, ഞാനുണ്ടടാ, ഞാൻ മക്കക്കാരനാ, ഞാൻ മുഹാജിറ, ഞാനുണ്ടെന്ന് പറഞ്ഞ് എടുത്തു ചാടി. ആര്? യുവാവല്ല, ചെറുപ്പക്കാരനല്ല, 63 വയസ്സുള്ള മധ്യവയസ്കനായ മഹാനായ ഉബൈദത്തുബ്നു ഹാരിസ് എന്ന ഹോജാ ഉബൈദത്ത് തങ്ങൾ ഒരു വാളെടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ഉബൈദത്ത് ചാടിയതോടുകൂടെ പ്രിയപ്പെട്ടവരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അസ്വദുമായി പടപൊരുതിയ ക്ഷീണമുണ്ടെങ്കിലും മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാൻ തന്റെ സഹോദരൻ ജ്യേഷ്ഠൻ ഹാരിസിന്റെ പുത്രൻ ഉബൈദത്ത് ചാടിയപ്പോ ഹംസത്തുൽ ഖറാൻ വീണ്ടും എടുത്തു ചാടി. ആ രംഗം കണ്ടിട്ട് കോരി തെരിച്ചു. ആര്? യുവാവായ യോദ്ധാവായ അട്ടക്കാലത്തിലെ പുതിയായ അലി. 3 പേരെ കണ്ടോ? മുഹാജിറിന്റെ ബാക്കി കേട്ട് മുന്തി മൂണ്ട് സിംഹരാം മുന്നിലേവോ ബൈദത്തും പിൻ ഹംസയും വഹൈദറാം ജിഹാബിഹതർ 2 സഫീഡക്ക് ചണ്ട് ഹാലിറാം ചിർമദം താരിത്ത് കൊണ്ടി ചോടി അന്തേ കാഫിറാം വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം മുന്നിലേ
ഉബൈദത്തും പിൻ ഹംസയും ഹൈദറാം ജിഹാബിഹത്തർ രണ്ട് സഫീദ് ചെണ്ട് ഹാളിറാം ചിർമദമത ഇത്തികൊണ്ട് ചോടി ഹംദേ കാഫിറാ. ഉബൈദത്തും ഹംസത്തുൽ ഖറാറും മര്യാദകളെ ചാടിങ്ങനെ വരുമ്പോഴേ മക്കാര് ഉത്തുബത്തും ഷൈബത്തും ചോദിച്ചു, നിങ്ങളാരാ ചോദിച്ചു. ഉബൈദങ്ങൾ യഹാനത്താക്കണ്ട മെരട്ടണ്ട കളിയാക്കണ്ടടാ, നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ്, നമ്മളൊക്കെ ഒരു നാട്ടുകാരെ ഒന്നിച്ചെല്ലാം വർഷമായിട്ടുള്ളേ, ഒന്ന് മാറി താമസിച്ചിട്ടേ. അവര് ചോദിച്ചു, നിങ്ങളാരാ, കളിയാക്കണ്ട, നമ്മളെ മക്കാരാ, ഞാനാണ് ഉബൈദത്തുൽ ഹാരിസ്, ഞാനാണ് ഹംസത്തുൽ അബ്ദുൽ മുത്തലിബ്, ഞാനാണ് അലി ബിൻ അബീ താലിബ്. നമ്മൾ കുഫുവത്തവരാ, നമ്മൾ ജോഡിയത്തവരാ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നും 6 പേര് കടിച്ചു കയറാൻ വേണ്ടിട്ടാണ് ചെന്നപ്പോഴേ ആരോടെന്നറിയോ, മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ ഷൈബത്തിനോട്, ഉബൈദത്ത് തങ്ങളോ ഉത്തുബത്തിനോട്, യുവാവായ മഹാനായ അലിയോ മറ്റൊരു യുവായ വലീദിനോട്, ആ 6 പേര് ചെന്ന് കടിച്ചു കയറുക. മഹാനായ ഓയ്കുട്ടി വൈദ്യര് ഹംസത്തുൽ ഖറാർ യുദ്ധം തന്നെയാണ് ആദ്യം നമുക്ക് പരിചയപ്പെടുന്നത്. 2 ചേരിങ്ങനെ ശ്വാസം മടക്കി പിടിക്കട്ടോ, കാരണം നെടുന്തൂണായ അസ്വദിനെ കൊന്ന ഹംസത്തുൽ ഖറാർ പ്രിയപ്പെട്ടവരെ ഷൈബത്തിന് മുമ്പിലേക്കാ ചെന്നത്. ശ്വാസം മടക്കി പിടിച്ച ആളുകൾ നോക്കുമ്പോ കണ്ടോ, മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ ഒരു സിംഹത്തിന് തുല്യം ഗർജിച്ചുകൊണ്ട് ഒറ്റ വാളുകൊണ്ട് ഷൈബത്ത് 18,000 പിടിച്ചിട്ടുണ്ട്. അവന്റെ മുമ്പിലേക്കല്ലോ ഇരുപൂർവം ഹംസ ഷൈബത്തുമായി തിരക്കവേ ഒരു മരിശേരി ഹംസത്താൻ നടുക്കവേ ഒരു ബട്ട് കോട്ടൈ ഉടനെ തടുക്കവേ. ഏകകുത്തി താണ്ടൊടുത്ത് ഹംസപ്പാടകൾ താണ്ടടിത്തിട്ടൊണ്ടെടുത്ത് തട്ടബൊട്ട് നീട്ടും അട്ടബൊട്ട് ചാട്ടും തട്ടബൊട്ട് നീട്ടും അട്ടബൊട്ട് ചാട്ടും തട്ടം വീട്ട ആടിൽ കൊണ്ട് തുടർ വീണ കടു കടു തടിവേണ്ടും പിന്നെ പല പാടും. രണ്ടുപേരും കഠിന കഠോരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ ഒരു സിംഹത്തിന് തുല്യം അവന്റെ മുമ്പിലേക്ക് ചീരെടുത്തുകൊണ്ട് കൊടുത്തു. ഈ അടി വരുന്നതോടുകൂടെ ഷൈബത്ത് അക്കിര കണ്ണിന ആ ഷൈബത്ത് ബ്ലോക്ക് ചെയ്തതോടുകൂടെ മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാറിനോട് ഭയങ്കര ഇറയായി. ആ ദേഷ്യം വന്നതോടുകൂടെ ഏക കുത്തി താനൂടിത്തെ ഹംസത്തുൽ ഖറാർ കണ്ടോ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ദുഷ്ടനായ ഷൈബത്ത് ഒരൊറ്റ കുത്തലാത്തോ ആ കുത്തു വരുന്നതോടുകൂടി മഹാനായ ഹംസത്തുൽ ഖറാർ ഒന്ന് ഒടിഞ്ഞു കൊടുത്തു. അവന്റെ കുന്തം കൊണ്ട് പാസ് ചെയ്തതോടുകൂടി തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് പരത്തിക്കൊണ്ട് ഷൈബത്തിന്റെ മുഖത്തേക്ക് കൊടുത്ത് ഒരുത്തം കെട്ടവരെ ഒരൊറ്റടി. ഇതോടുകൂടെ പമ്പ യുദ്ധായി. അടിയോടടി വെട്ടോട് വിട്ട് തട്ടോട് വെത്ത് ശക്തമായ യുദ്ധമായി. അവസാനം പ്രിയപ്പെട്ടവരെ, കഠിന കഠോരമായ യുദ്ധത്തിന്റെ ഒടുവിൽ മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ തന്റെ ശത്രുവായ ഷൈബത്തിനെ കൊടുത്തു ഒരൊറ്റ വെട്ട്. ഈ വെട്ടിയതോടുകൂടെ തുണ്ടമായി കൊണ്ട് ഷൈബത്ത് തെറിച്ചു വീഴുക. മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ തന്റെ വാളിൽ പുരണ്ട രക്തം തുടച്ചു മാറ്റിക്കൊണ്ട് അടിയിലേക്ക് പോവാതെ വെരിയിലേക്ക് പോവാതെ മാറി നിൽക്കുകയാണ്. കാരണം അലിയുണ്ട്, യുദ്ധം ചെയ്യുന്നു. മാത്രമല്ല എന്റെ സഹോദരപുത്രനായ ഉബൈദത്ത് തങ്ങൾ 63 വയസ്സാണ്, യുദ്ധം ചെയ്യുന്നു. റബ്ബേ, ദുഷ്ടനായ ഉത്തുബത്ത് ചതിക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ടോ മഹാനായ അലിയാത്തങ്ങളെ ചോട് കുത്തി കൂടുതൽ ചാടി വെട്ടും ചെറിയ ചെറിയ ചോട് ചാഞ്ഞൊടിക്കും പോലെ കൂട്ടം ശരിതാ ഹട്ടലിൽ വലിതാ കൂട്ടം ശരിതാ ഹട്ടലിൽ വലിതാ കൊടുമയിൽ അലി അരുതം ശിരമിലെ കൊണ്ടുടർബിളുണ്ട് പോതലി താമഹംസത്തെ അരുകടവാ.
ആളുകൾക്ക് മഹാനായ അലിയാത്തങ്ങളുടെ യുദ്ധം ഒരു വലിയ യുദ്ധം ചെയ്ത് പരിചയമല്ല, നല്ല അഭ്യാസിയാണ്. മഹാനായ അലി കണ്ട നില പുലി അടി വരിതോട് ഉറപ്പെടാം, നിന്നെ ഭയപ്പെടും അത് പാർക്കിൽ. അത് കണ്ട പേടിയാവുന്ന ഒരു ജിന്നും മനുഷ്യനും ആ ഭാഗത്ത് ഒതുക്കൂല. ആ ജാതി പടപുരുതനാണ്. എങ്ങനെ യുദ്ധം ചെയ്തത്? നേരെ ബെട്ടിൽ മഹാനായ മോയിൻകുട്ടി വൈദ്യരുടെ ബദറിൽ പങ്കെടുത്ത ആളെ പോലെ എഴുതിയിരിക്കുന്നത്. നേരെ ബെട്ടിൽ ചോട കുത്തി കൂടെ തട്ടി ചാടി വെട്ടും. കരാട്ട പഠിച്ച കുട്ടികൾക്കറിയാം. ഒരാളെ കണ്ടോ ആ വെട്ടുമ്പോ ആ വെട്ട തടവിടുക. തടവിന്റെ മുകളിൽ കിടക്കുന്ന വാള് അത് തട്ടി മാറ്റിയിട്ട് ചോട കുത്തി മിഡിൽ നോക്കിക്കൊണ്ട് താഴ്ഭാഗത്തെ കുന്തം കൊണ്ട് എതിരാളി കുത്തു വരുന്നതോടുകൂടി കൂടെ തട്ടി അഥവാ താഴ്ഭാഗത്തിൽ കിക്ക് ചെയ്യാം. കിക്ക് ചെയ്യുന്നതോടുകൂടെ കൂടെ തട്ടി ചാടി വെട്ടും. കിക്ക് ചെയ്യുന്നതോടുകൂടെ ചാടിക്കൊണ്ട് എതിരാളി കൊടുക്കുന്നത്. ഇങ്ങനെ ശക്തമായിരിക്കുന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര തന്ത്രത്തിലാണ് അലി, അതുപോലെ തന്ത്രത്തിലാണ് വലീദ്. അങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ സയ്യിദുനാ അലി അർത്ഥങ്ങൾ കാണുന്നത്. മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ യുദ്ധം ചെയ്തുകൊണ്ട് മാറി നിൽക്കുകയാണ്. മഹാനായ അലി വിളിച്ചു, വലീദ് അടുത്തോ, എനിക്കൊരുപാട് ആളുകളെ പിടികൂടാനുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ അലി വലീദിനെ വിളിച്ചുകൊണ്ട് കൊടുത്തു ഒരു വെട്ട്. ബിസ്മില്ലാ. ആ വെട്ട് കൊണ്ടത് എവിടെയെന്നറിയോ? ഹംസത്തുൽ ഖറാന്റെ വെട്ട് പോലെയല്ല. ഹംസത്തുൽ ഖറാന്റെ വെട്ട് റളിയല്ലാഹു അൻഹു പറഞ്ഞു നേരെ പൂണൂൽ വരിശ. പക്ഷേ മഹാനായ അലിയാത്തകളെ വെട്ട് മണ്ടന്റെ സെൻട്രല വാളം കൊട്ട് കൊടുത്താൽ മണ്ട അങ്ങോട്ട് മുറിച്ചിട്ട് നെറ്റിയാൻ്റെ മൂക്കിയാൻ്റെ താടിയാൻ്റെ ചുണ്ട് ആൻ്റെ കടുത്തയാൻ്റെ നെഞ്ചിയാൻ്റെ വയറ് ആൻ്റെ പുക്കള് ആൻ്റെ അടിവയറ് പോന്റെ ക്ലോസറ്റ് അടക്കം പൊട്ടുന്ന അവന്റെ ക്ലോസറ്റ് അടക്കം പൊട്ടി ഇരിക്കുന്ന കുതിരയും 2 പീസായി. സുബ്ഹാനല്ലാഹ്, മൊത്തം 4 പീസ്. മഹാനായ സയ്യിദുനാ അലിയാർ തങ്ങള് തന്റെ ശത്രുവിനെ വകവരുത്തിയ സന്തോഷത്തിൽ റബ്ബിനെ സ്തുതിച്ച് തക്ബീർ ചൊല്ലിട്ട് ആ വാളിലെ രക്തം ഇങ്ങനെ തുടച്ചു മാറ്റിയിട്ട് ഹംസത്തുൽ ഖറാന്റെ ഭാഗത്തിലേക്ക് പുഞ്ചിരിച്ച് വരുമ്പോ ശ്രദ്ധിക്കണേ, ഹംസത്തുൽ ഖറാന്റെ ഭാഗത്തിലേക്ക് പുഞ്ചിരിച്ചാണ് വരുന്നത്. ഞാനും എന്റെ ശത്രുവിനെ വകവരുത്തി എന്ന പുഞ്ചിരിയോടുകൂടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് വരുമ്പോ തന്റെ ആ വാളിൽ രക്തം ഇങ്ങനെ തുടച്ചു മാറ്റിയിട്ട് സയ്യിദുനാ അലി തന്റെ ഉറയിലേക്ക് ഇങ്ങനെ തിരുവുമ്പോ ഉറയിലേക്ക് എടുമ്പോൾ അരുതേ അലി. മഹാനായ ഹംസത്തുൽ ഖറാർ പറഞ്ഞു, അരുത് അലി, വാള് ഉറയിൽ വെക്കല്ല അലി, അതിന് സമയമായിട്ടില്ല അലി. ഞാൻ പറയുമ്പോ പ്രയോഗിക്കണം വലി, കാത്തു നിൽക്കണം വലി. നമ്മുടെ പാവപ്പെട്ട മധ്യവയസ്കരായ ഉബൈദത്ത് തങ്ങളെ ഉത്തുബത്ത് ചതിക്കാൻ നോക്കുന്നുണ്ട് അലി. ചതി തെറ്റാണ് അലി. യുദ്ധത്തിൽ തന്ത്രം പ്രയോഗിക്കാം, പക്ഷേ ചതി നിയമമില്ല അലി. ചതിച്ചാൽ ചാടണം വലി. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉബൈദത്ത് തങ്ങളും ധീരനായിരിക്കുന്ന പ്രായം കൂടിയ ഉത്തുബത്തും അതികഠിനമായ യുദ്ധമാണ്. അത് കണ്ടു നിൽക്കുന്നവർ പെട്ടുപോവുകയാണ്. പ്രായം മറന്ന യുദ്ധമാണ്, വാർദ്ധക്യം മറന്ന യുദ്ധമാണ്. കണ്ടോ, കല്ലമ്പുന്നപ്പോൾ ഉബൈദത്തും പിന്നങ്കാടി മാറി കൊണ്ടടുത്തവരെ ഒരു 10 മിനിറ്റ് നല്ലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മഹാനായ ഉബൈദത്തുകളുമായി പടപൊരുതുക, യുദ്ധം ചെയ്യുക, ശക്തമായ യുദ്ധം. ആ മലയിലാണ് കുത്തുതെങ്കിൽ മല പോലും കുലുങ്ങിപ്പോകും. അതാ പ്രായം മറന്ന യുദ്ധം. അങ്ങനെ ഉത്തുബത്ത് ചതിക്കാൻ നോക്കിയ കാരണം എന്റെ മകനെ അലി കൊന്നു, അനുജനെ ഹംസൻ കൊന്നു, എനിക്ക് കിട്ടിയ ശത്രുവിനെ വകവരുത്തണമെന്ന നെയ്യത്തില് ആ ഉത്തുബത്തായ കിളവൻ ഖുറൈശി പ്രമാണി ഭയങ്കര ചുമടങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് ഒരു ചതിയിലൂടെ ചുമട് മാറ്റിക്കൊണ്ട് ഒരൊറ്റപ്പെട്ട്
അതാ മഹാനായ ഉബൈദത്ത് തങ്ങള് യുദ്ധക്കളത്തിന്റെ ഒരു ഭാഗത്ത് തളർന്നു വീണു. ഉത്തരപ്പുറത്തൊന്ന് മറിഞ്ഞു വീണു. മുത്തുപത്തും വീണിട്ടുണ്ട്. ഇതോടുകൂടെ ഹംസത്തുൽ ഖറാർ പറഞ്ഞു ചാടുവലി. രണ്ടുപേരും ചാടി. സിംഹമായ ഹംസയും പുലിയായ അലിയും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും ചാടിക്കൊണ്ട് ഓടിയെത്തി. മഹാനായ ഹംസത്തുൽ ഖറാർ ആദ്യം എത്തിയത് ഉബൈദത്ത് തങ്ങൾ കോരിങ്കോട്ടെടുത്തു. സഹോദരപുത്രനെ ഹാരിസിന്റെ മകരെ കോരിങ്കോട്ടെടുത്തു. കോരെടുത്തുകൊണ്ട് ഓടി ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഹദറത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയരെ, ആ കൊണ്ടുപോകുന്നത് മണൽത്തരികൾ വിളിച്ചറിയിക്കുന്നുണ്ട്. ഉബൈദത്ത് തങ്ങളുടെ കാലിനാണ് വെട്ടേറ്റത്. കാലിന്റെ മുട്ടിന് താഴെയാണ് ബലപ്പെട്ട അഭിപ്രായം. കാലിന്റെ മുട്ടിന് താഴെ ഒരു തൊലിയിൽ കിടന്നുകൊണ്ട് മഹാനായ ഉബൈദത്ത് തങ്ങളുടെ കാലിങ്ങനെ ആടുകയാണ്. പ്രിയപ്പെട്ടവരെ, പറ്റ മുറിഞ്ഞിട്ടില്ല. ഒരു തൊലിയിൽ കിടന്നാടുമ്പോ മഹാനായ അലി തങ്ങളെ കാല് താങ്ങി പിടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് ഓടുമ്പോ ഖൈബയിലേക്ക് എത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ മടിത്തട്ട് അങ്ങോട്ട് വിരിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ കാലിന്റെ തൊടയിൽ മടിത്തട്ടിൽ മഹാനായ ഉബൈദത്ത് തങ്ങളെ ഹംസത്തുൽ ഖറാർ കിടത്തി. ശ്രദ്ധിക്കണേ, അലിയാത്തങ്ങളും കിടത്തി. അല്ലാഹുവിന്റെ റസൂൽ ഖൈബയിൽ എത്തിയപ്പോ മഹാനായ ഉബൈദത്ത് തങ്ങള് കണ്ണൊന്ന് ഇറുകെ ചിമ്പിപ്പോയി. കാരണം നബിയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. വിഷമങ്ങനെ തുളുമ്പി വരികയോ. രണ്ട് കണ്ണും ഇറുകെ ചിമ്പിക്കിടക്കുന്ന മഹാനായ ഉബൈദത്ത് തങ്ങളുടെ തലമുടിയിലൂടെ മഹാനായ മുത്തുനബിന്റെ മോചത്തിന്റെ കരങ്ങൾ ഇങ്ങനെ തലോടുകയാണ്. ആ മുടിയിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലുകൾ ഇങ്ങനെ തലോടുമ്പോ അറിയാതെ മുത്തുനബിന്റെ കണ്ടടങ്ങൾ നിറഞ്ഞുപോയി. അറിയാതെ മുത്തുനബിന്റെ കണ്ടടങ്ങൾ നിറഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് ഒരു ചുടുകണ്ണ് നീര് ഉബൈദത്ത് തങ്ങളുടെ പൂങ്കവിളിലേക്ക് ഒറ്റിയപ്പോ ഉബൈദത്ത് തങ്ങള് ഒന്നിങ്ങനെ കൺ തുറന്ന് നോക്കുകയാണ്. മഹാനായ മുത്തുനബി കരയുകയാ. പുകിന്താരിരോ പേരും അതീക്ഷേണത്തിൽ പുകഴും ഹബീബുള്ള തിരു മുമ്പെത്തി. സുഗന്ധ ഉബൈദത്തെ എടുത്തത് അമ്മ ചുരുന്തി വരും വാഴി പഴുകൈതമ്മ. ദേശത്തിരുമുമ്പിൽ ഇടത്തിക്കൊണ്ടേ ഉഗന്ധേനെ ചെയ്യുള്ള അവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ത്തിൻ്റെ റസൂലുള്ളാഹേ. ഒന്നും കൊണ്ട് ശ്രദ്ധിക്കണേ. മഹാനായിരിക്കുന്ന മുത്തുനബിന്റെ മുഖത്തേക്ക് കണ്ണുകൾ തുറന്നുകൊണ്ട് ഉബൈദത്ത് തങ്ങൾ നോക്കിക്കൊണ്ട് വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. അങ്ങ് കരയുകയാണോ? കരയണ്ട നബിയേ, കരയണ്ട നബിയേ. എനിക്ക് വേദനകളില്ല. എന്റെ വേദന എന്തെന്നറിയോ? എന്റെ മുറിവിനേക്കായാലും വേദന മനസ്സിനാണ് നബിയേ. എന്റെ ശരീരത്തിൽ നിന്ന് മുറിഞ്ഞ കാലിന്റെ മുറിവിലൂടെ രക്തം ഇങ്ങനെ ഒഴുകി പോകുന്നത് എന്റെ ശരീരം എന്നോട് വിളിച്ചു പറയുന്നുണ്ട്, നബിയേ ഞാനിനി ജീവിച്ചിരിക്കില്ല. എന്റെ നാട്ടിലേക്ക് എത്തില്ല. എന്റെ ഭാര്യ മക്കളുടെ മുമ്പിലേക്ക് ഞാൻ എത്തില്ല. അങ്ങയുടെ കൂടെ കൂടുതൽ കാലം ഞാൻ ഉണ്ടാവില്ല. മദീനയിലേക്ക് ഞാൻ തിരിച്ചു വരില്ല. കാരണം എന്റെ മരണം ഉറപ്പാണ് നബിയേ. പക്ഷേ എനിക്കുള്ള വിഷമം എന്തെന്നറിയോ? വെഞ്ചക്കളം വീട്ട് പിരിന്തോ ഞാന് വെളിച്ചറി ഷഹീദാമോ അലാ പൊന്മോനെ. ഞാനെന്ന് യുദ്ധക്കളത്തിലല്ല, യുദ്ധക്കളത്തിന്റെ വെളിയിലാണ്, പുറത്താണ്, അങ്ങയുടെ ടെന്റിലാണ്, ഖൈബയിലാണ്. ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ പ്രഭോ? അതാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. പ്രിയരെ, 63 വയസ്സുകാരനായ ഉബൈദത്ത് തങ്ങള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനല്ല പറയുന്നത്, മക്കളെ കാണുമെന്നല്ല, ഭാര്യയെ കാണുമെന്നല്ല പറയുന്നത്. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഷഹീദിന്റെ പദവി ലഭിക്കുമോ? മഹാനായ മുത്തുനബിയെ കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ മൂത്താപ്പയുടെ മകനെ, ചെഞ്ചല് ഫദീലുറ്റ ഷഹീദാകും നീ, ചെവിത്തേ ഉബൈദത്തോർ ഷേറുണ്ട് നീ. എന്റെ മൂത്താപ്പയുടെ പുത്ര,
നീ ഈ രോഗത്താൽ നീ മുറിവാൽ നീ എവിടെ വെച്ചുകൊണ്ട് അന്ത്യം കുറിച്ചാലും നീ ഷഹീദാ, നീ ഉന്നത ഷഹീദാ. ഷഹീദിന്റെ ഫളായിൽ ഏറ്റവും മികച്ച ഫളായിൽ നിനക്കുണ്ട്. മഹാനായ മുത്തനബി പറഞ്ഞ് സമാസാദിപ്പിച്ചപ്പോൾ മഹാനായ ഉബൈദ് തങ്ങൾ ഒരു പാട്ട് പാടി, മുസ്ലിമുൻ വാർജൂ ബിഹി ഐശം മിനല്ലാഹി അലിയാ ഫൽബസനി അർറഹ്മാനു മിൻ ഫദ്ലി മന്നി ലിബാസം മിനൽ ഇസ്ലാമി വത്തൽ മസാവിയാ. ഇരുപോട്ടം പാദം വേട്ടി മുറിച്ചു, എന്നാലും ഞാൻ ഇസ്ലാം പിടിച്ചു. പിടിച്ചവനാകയാൽ ഉണ്ട് ഗുണങ്ങൾ, ഓരോ ഫലായിലും മറ്റും ഫലങ്ങൾ. പ്രിയരേ, മഹാനായ ഉബൈദ് തങ്ങള് 63 വയസ്സുകാരനാ. എന്തിനു വേണ്ടിയാ വെട്ടേറ്റത്? പ്രിയരേ, ദീനിന് വേണ്ടിയാ. സുഖലോക സ്വർഗത്തിലേക്ക് തത്തിപ്പറന്നുപോയി. അൽഹംദുലില്ലാഹ്. ആ മഹാനായ ഉബൈദ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ അന്ത്യം നന്നാക്കി തരട്ടെ. ഒന്നുറക്കെ ആമീൻ പറഞ്ഞ അള്ളാഹു നമ്മുടെ അന്ത്യം നന്നാക്കി തരട്ടെ. നമ്മുടെ സദ്ദീപങ്ങളെ റഹ്മാനായ റബ്ബ് നിറവേറ്റി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അകറ്റട്ടെ. പ്രിയപ്പെട്ടവരെ, ക്യാൻസർ സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗത്തിൽ അള്ളാഹു നമുക്ക് മോചനം നൽകട്ടെ. അള്ളാഹു മോചനം നൽകട്ടെ. ആമീൻ പറയും. പ്രിയപ്പെട്ടവരെ, വന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. എല്ലപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്തൊരു സഹോദരി കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അതെ, ഒരാഗ്രഹേ ദുനിയാവിലുള്ളൂ. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരി. എന്താണ് ആഗ്രഹം? വയറ് നിറച്ച് തണുത്ത വെള്ളം ഒന്ന് കുടിക്കണം. തൊണ്ട നനച്ചൂടെ തണുത്ത വെള്ളം ഒന്ന് കുടിക്കണം. ഒരിറക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രോഗം നമുക്ക് വരാൻ പാടില്ല. ക്യാൻസറിന്റെ രോഗത്തിൽ അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ജിഞ്ചായി മരിക്കാൻ പാടില്ല. ബദരീങ്ങളെ പോരീഷ പാടുന്ന ലോകർക്ക് നമ്മൾ ബദരീങ്ങളെ സദസ്സിലാണ്. നമ്മൾ ബദരീങ്ങളെ സദസ്സിലാണ്. പ്രിയപ്പെട്ടവരെ, ആ രോഗം എനിക്ക് വരരുതേ എന്നൊരു ചിന്ത, കെട്ടി രോഗം എന്നെ പിടികൂടേണ്ട ഒരു ചിന്ത നമുക്കുണ്ടാവണം. ഈ പാവപ്പെട്ട മക്കളെ കൊണ്ട് നമുക്ക് ദുആ ചെയ്യിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പരിശുദ്ധമായ ദീനിന് വേണ്ടി ഷഹീദായ മഹാനായ ഉബൈദ് തങ്ങളെ മുൻനിർത്തി ചോദിക്കട്ടെ. പരിശുദ്ധമായ ദീനിന് വേണ്ടിക്കൊണ്ട് തന്റെ ചോര കൊടുത്തു, കാല് കൊടുത്തു, അവസാന ജീവൻ കൊടുത്ത ഉബൈദ് തങ്ങൾക്ക് കിട്ടിയ സ്വർഗം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ആ സ്വർഗത്തിന്റെ ഇടത്ത് നമുക്ക് കൂടണ്ടേ? അവരുമായി നമുക്ക് സന്ധിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ചെയ്യുന്ന അമൽ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അല്ലാഹുവിന്റെ ദീന്, ആ ദീന് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇൽമ. പ്രിയപ്പെട്ടവരെ, ഇൽമിന്റെ ജീവനാണ് പരിശുദ്ധമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അറിവ്. ആ അറിവ് നുകരുന്ന മക്കളെ സാക്ഷി നിർത്തി ചോദിക്കണം നമുക്ക്, ഇൻഷാ അല്ലാഹ്. അപ്പൊ റബ്ബിനെ തൃപ്തിപ്പെടുത്താം. റബ്ബിന്റെ ദീനിനെ നിലനിർത്തുവാൻ, അതിന് ജീവൻ നൽകുവാൻ വേണ്ടി എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധ ഇൽമ നമുക്ക് ആവശ്യമാണ്. അത് പഠിക്കും നമ്മുടെ മക്കളെ സഹായിക്കാൻ നമുക്ക് ആവശ്യമാണ്. ഉബൈദ് തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ബദരീങ്ങളെ സദസ്സിൽ ഞാൻ ചോദിക്കാൻ ഒരു 5 മിനിറ്റ് നമ്മുടെ ഈ കോളേജിന് വേണ്ടി, ഇതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ മക്കളുടെ പഠനത്തിന് വേണ്ടി ഈ ഇരിക്കുന്ന നിങ്ങളിൽ നിന്ന് അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ ഒരു സംഭാവന പ്രദാനം ചെയ്യണം. ആർക്കാ കഴിയാ? ബദരീങ്ങളെ സദസ്സിൽ വെച്ച് ഞാൻ ചോദിക്കും, ഒരു 5000 രൂപ ഓഫർ ചെയ്യാൻ പറ്റിയവരായി സദസ്സിലുള്ളത്. ഇന്ന് അസ്മാലത്തിൽ ഉച്ചരിച്ച് നമുക്ക് ദുആ ചെയ്യണം. ഒരു 5000 രൂപ എന്റെ വക ഞാൻ കൊടുത്തോളാന്ന് സിഗ്നൽ തരാൻ പറ്റിയവരാരവിടെ ഉള്ളത്? റഹ്മാനായ റബ്ബ് നിങ്ങളുടെ സംഭാവന സ്വീകരിക്കട്ടെ. ഒന്ന് പറയൂ സഹോദരികളെ, മരണപ്പെട്ടു പോയ നിങ്ങളുടെ വാപ്പാക്ക ഉമ്മാക്ക അത് ഹദിയ ചെയ്യുമ്പോൾ അവരെ ഖബറിലേക്ക് അതിന്റെ സവാബിനെ അല്ലാഹ് എത്തിച്ചു കൊടുക്കുമെന്ന് മഹാനായ മുത്തനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു നിയ്യത്തോടുകൂടെ ഇല്ലായ്മയുടെ കാലഘട്ടം നമ്മളോട് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് വേണ്ടിയെങ്കിലും ഇൻഷാ അല്ലാഹ് സദസ്സിന്റെ ഒരു ഉദ്ഘാടനമാരാ ഒരു 5000 രൂപ ആദ്യം കൊടുക്കാൻ ബാറക്കല്ലാഹു ലനാ വലഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബഹുമാനായിരിക്കുന്ന കരീം ഫൈസി ഉസ്താദ് അവരുകൾ. അല്ലാഹു അക്ബർ. എല്ലാവരും സ്വലാത്ത് ചൊല്ലിക്കുക. ഉറക്കെ ചെല്ലുക മക്കളെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൽ മക്കി റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൽ മദനി ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൽ മക്കി റസൂലില്ലാഹ്. നമുക്ക് തീർച്ചയായും ദുആ ചെയ്യണം. അല്ലാഹു ഉത്തരം കൊടുക്കണം. നല്ല ആത്മാർത്ഥമായ മദനി ഹബീബില്ലാഹ്, മഹാനായ റസൂലുള്ളാഹ്, പരിശുദ്ധ റൗളയിൽ ഉറങ്ങും യാ
ഹബീബല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൽ ബാക്കി റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൽ മദനി ഹബീബില്ലാഹ്. റബ്ബേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഫൈസ് ഉസ്താദിന്റെ പൊന്നുമോൻ ഈ കോളേജിലുണ്ട്. അല്ലാഹുവേ നീ ഉന്നത പദവി കൊടുക്കണേ തമ്പുരാനെ. ദുനിയാവും ആഖിറത്തും ഇഷ്ടപ്പെട്ട പണ്ഡിതരാക്കി മാറ്റണേ തമ്പുരാനെ. ഈ നിൽക്കുന്ന മക്കളെയൊക്കെ നീ മാറ്റണേ തമ്പുരാനെ. നൽകുന്ന സമ്പാദനം സ്വീകരിക്കണേ റബ്ബേ. അവരിന്ന് മരണപ്പെട്ട ഒരു ഹദറത്തിലേക്ക് അതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഇനി ആരാ ഒരു 5000 അതിന് 310 ഒരു 3000 അതിന് 2000 ഒന്ന് പറയും. നിങ്ങൾക്ക് ഇന്നലെ കുറെ കൊടുത്തൂരുണ്ട്. കൊടുക്കാത്തവരാരെങ്കിലും പറയും സഹോദരങ്ങൾ എന്ന് അസ്മാഉൽ ഹുസ്ന ഉച്ചരിച്ച് ലാസ്റ്റ് ബദരീകളെ തഫ്സീൽ നമുക്ക് ദുആ ചെയ്യാം. ആ സഹോദരിമാരുടെ ഭാഗത്ത് നോക്ക്. സഹോദരികളെ അള്ളാഹിന്റെ ദീനിന് വേണ്ടി കൊടുത്താലേ ഇൻഷാ അല്ലാഹ് ഒരു ലിസ്റ്റ് ആ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോകും. ആരെങ്കിലും പറഞ്ഞു പറയും. ഒരു 10 മിനിറ്റ് ഞാൻ അതിന് വേണ്ടി വിനിയോഗിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് സഹായിക്കല്ലവരും. ആരെ 2000 കൊടുക്കാൻ പറ്റിയൊരു 10-20 ആളുന്ന ആളുകൾ 2000 പറ. ഇൻഷാ അല്ലാഹ് ഒന്ന് കൊടുക്കണ്ട, അല്ലെങ്കിൽ നാളെ കൊടുക്കണ്ട. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അവർക്ക് നമ്പർ കൊടുത്താൽ മതി. കൊടുക്കണം, ഏറ്റവും നമ്മൾ കൊടുക്കണം ഇൻഷാ അല്ലാഹ്. സഹോദരി അല്ലേ, ഒരു സഹോദരി എത്ര 2000 ബാറക്കല്ലാഹു വലനാ വലഹ. അടച്ചോരെ ആ സഹോദര സംഭാവന സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹ് ഈ മക്കളുടെ ദീന് ഖിയാമത്ത് നാൾ നിൽക്കുന്ന കാലം എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ മരിച്ചുകൊണ്ട് ആരാരുമില്ലാത്ത ഖബറിലെത്തുമ്പോ മക്കളും ഭർത്താവും കുടുംബങ്ങളും ഖബറിന്റെ മുകളിൽ നിന്ന് മൂടുകല്ലും വെച്ചുകൊണ്ട് തിരിഞ്ഞു പോകുമ്പോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. 3 പിടി മണ്ണും വാരിട്ടുകൊണ്ട് പോകുമ്പോ റബ്ബേ ആ സഹോദരി നിന്റെ ദീനെ സഹായിച്ചവളാ. അവളെ സഹായിക്കാൻ ആ ഇരുട്ടറക്ക് ഉള്ളിൽ നിനക്ക് കഴിയും റബ്ബേ. ആ സഹോദരിയെ സഹായിക്കണേ. ആ സഹോദരിയെ എന്നല്ല, ഇന്നലെ ഒരുപാട് സഹോദരികൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരെയും ഒരുപാട് സഹോദരങ്ങളെയും ഇന്ന് ആരൊക്കെ ചെയ്യാൻ പോകുന്നു അവരെ ഖബറിലിട്ട് ശിക്ഷിക്കല്ല റബ്ബേ. സഹോദരികളെ ഒരുപാട് സഹോദരികൾ ഒരു ലിസ്റ്റ് കൊണ്ട് പോയിക്കോ. വേറെ ആരും പറഞ്ഞു ഒരു ലിസ്റ്റ് കൊണ്ടുപോകാൻ 1-2 കുട്ടികൾ പോയിക്കോ. 1-2 കുട്ടികൾ സമയമില്ല. ഇനി ആരാ 2000 പറയാൻ പറ്റിയ ആണുങ്ങൾ 2000 പറയാൻ പറ്റിയവരാരാ? സഹോദരങ്ങളെ പുരുഷന്മാരോടാ ചോദിച്ച ആണുകൾ 2000 അല്ലെങ്കിൽ 1000 എന്തെങ്കിലും ഒരു സംഭാവന ചോദിക്കുമ്പോൾ ആളുകൾ തിരിച്ചു പോകുക. ഒരു എന്തെങ്കിലും 1000 രൂപയെങ്കിലും ദീനു വേണ്ടി കൊടുക്കാൻ പറ്റിയവരാരാ? 1000 രൂപയെങ്കിലും കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ പറയും നമ്മുടെ കോളേജിന് വേണ്ടി 1000 രൂപയെങ്കിലും കൊടുക്കാൻ പറ്റും. ഒന്നും കൊടുക്കാതെ പോലും 1000 രൂപ ബാറക്കല്ലാഹു വന്നാ വലഹു. മോനോ നമ്മുടെ ഉസ്താദ് എനിക്കറിയില്ല, ഒരാളുടെ കാണുക കിട്ടുവാണ്. ബാറക്കല്ലാഹു അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റഹ്മാനായ റബ്ബ് ആ മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കട്ടെ. ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന കാലം ഇസ്സത്തിലാക്കണേ റഹ്മാനെ, അന്തസ്സിലാക്കണേ റബ്ബേ, വഷളാക്കല്ലേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ പറയും ഇൻഷാ അല്ലാഹ് പറയും റളിയല്ലാഹു അൻഹു. അവിടെ പറഞ്ഞോ സഹോദരികൾ ബാറക്കല്ലാഹു അൽഹംദുലില്ലാഹ് 1000 2000 2001 രൂപ ബാറക്കല്ലാഹു അൽഹംദുലില്ലാഹ്. റബ്ബ് സ്വീകരിക്കട്ടെ. നമുക്ക് ലാസ്റ്റ് ദുആ ചെയ്യാം. അവിടെ 5000 ബാറക്കല്ലാഹു അൽഹംദുലില്ലാഹ്. റബ്ബ് സ്വീകരിക്കട്ടെ. ഇതിനുള്ള പ്രതിഫലം കൊടുത്ത് കനിഞ്ഞരുളട്ടെ. ഖാതിം നബിയുടെ റൗളയെ കാട്ടട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹ് നൽകിയിടട്ടെ. ആമീൻ ആമീൻ. അവിടെ 5000 ബാറക്കല്ലാഹു 5000 2000 3000 1000 ഇൻഷാ അല്ലാഹ്. ഈ മക്കൾക്ക് പ്രിയപ്പെട്ടവരെ ഒരു വർഷത്തിന് ചെലവാ ശരിക്കും ചോദിക്കരുത്. പക്ഷേ ഇന്നലെ ചോദിച്ചപ്പോ പല സഹോദരികളും ഒരുപാട് ആളുകൾ കൊടുത്തവരാണ്. അൽഹംദുലില്ലാഹ് 1000 രൂപ ബാറക്കല്ലാഹു അൽഹംദുലില്ലാഹ്. റബ്ബ് സ്വീകരിക്കട്ടെ. പ്രതിഫലം അല്ലാഹ് കൊടുക്കട്ടെ. ഉദ്ദിഷ്ടകായ റഹ്മാനായ റബ്ബ് നിറവേറ്റി കൊടുക്കട്ടെ. പരിശുദ്ധമായ ദീനിന് വേണ്ടിക്കൊണ്ട് കൈകാലികൾ സമ്മാനിച്ച തന്റെ കരളിനെ സമ്മാനിച്ച സയ്യിദുനാ ഹംസത്തുൽ ഖറാർ. നമുക്ക് ആ വക ബുദ്ധിമുട്ടൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹ് തന്ന നിരത്തുന്നൊരു വിഹിതം കൊടുത്താൽ മതി. പുണ്യം നമുക്ക് അല്ലാഹു തരും. നമ്മുടെ മക്കൾ നിങ്ങളുടെ മുമ്പിലൂടെ വരുന്നുണ്ട്. നമ്മുടെ മക്കൾ നിങ്ങളുടെ മുമ്പിലൂടെ വരുമ്പോഴേ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കൊടുക്കും. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കൊടുക്കും. ആ സഹോദരിമാരുടെ ഭാഗത്തില്ലേ കുട്ടികൾ, നമ്മുടെ കുട്ടികളില്ലേ, ഒരു കുട്ടിയുള്ളൂ മോനെ ഒന്ന് നോക്കുന്നു ഒരാളും കൂടെ പോക്കും. സഹോദരികളെ ഒന്നില്ലെങ്കിൽ നാളെ കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് കൊടുക്കാം. ഞാനാ കൊടുക്കുന്നത്.
ഇനി ആരാ കൊടുക്കുന്നത്? ദീനിന് വേണ്ടി കൊടുക്കുന്ന ആരാണ്? ദീനിന് വേണ്ടി കൊടുക്കുന്ന ആരാണ്? പ്രിയപ്പെട്ടവരെ, ഒരുപാട് അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, ഒരു 1000 രൂപ, 1000 ബാറക്കല്ലാഹു ലഹു. വേഗം പറയും, പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പാടാണ്ട്. നമുക്ക് അബൂജാലിനെ കൊല്ലണ്ട്, പെട്ടെന്ന് എല്ലാവരും പറയും ഇൻഷാ അല്ലാഹ്. 1000 വെച്ചിട്ട് 1000 എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? 1000 എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. സ്ഥാപനമൊക്കെ വളർന്നു പോകുന്നത് നിങ്ങളുടെ മനസ്സുകൊണ്ടാ, നിങ്ങളൊക്കെ സംഭാവന കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ്. ഇനി ആരാണ് ഉപയുക്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുക? ഇനി ആരാണ്? 1000 അല്ലെങ്കിൽ 2000 എത്ര വെച്ചാ കൊടുക്കുക? ഇൻഷാ അല്ലാഹ്. പറഞ്ഞ പോലെ പറഞ്ഞോ. 1000 രൂപ ഒരാള്. സഹോദരി 1000 അല്ലേ? ബാറക്കല്ലാഹു ലഹാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ സഹോദരിക്ക്. ഇൻഷാ അല്ലാഹ്. ഒരു സഹോദരി 1001, ഒരു സഹോദരി 1000, മറ്റു സഹോദരി 2001. ബാറക്കല്ലാഹു ലഹും, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ കുട്ടികളുണ്ട്, നിങ്ങളുടെ മുമ്പ് കൂടെ വരിക, ഞങ്ങൾക്ക് അറിവിനെ തരൂ, ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കെഞ്ചിക്കൊണ്ട് വരുമ്പോ ആ കുട്ടികളെ കൈവടിയല്ലേ സഹോദരികളെ? ഇൻഷാ അല്ലാഹ് എഴുതിക്കോ. നിങ്ങൾക്ക് എന്നോ നാളെ കൊടുക്ക്, അല്ലെങ്കിൽ കുടുക്കൽ നിർബന്ധം കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഒരാഴ്ച കഴിഞ്ഞ് കൊടുത്താലും വേണ്ട കുടുക്ക് നിങ്ങൾ ഏത് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താ ദുആയിൽ പങ്കെടുക്കാം. ആണുങ്ങളാരില്ലേ? ഞാൻ പറയാം, സഹോദരിമാരെ ഭാഗത്തൂടെ പോയിട്ട് അവിടെ അങ്ങോട്ട് നോക്കിയൊക്കെ കാണൂല. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ദീനിന് വേണ്ടി കൊടുക്കാൻ പറ്റിയ ആണുങ്ങൾ ആരെങ്കിലും? ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹ്. അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹ്. 1000 നമ്മുടെ ബഷീറാണ്. ബാറക്കല്ലാഹ്. അൽഹംദുലില്ലാഹ്. കാണില്ല ബഷീറെ, ഞാൻ നോക്കി വന്നില്ല. സലീം ബേക്കറി പെരിന്തൽമണ്ണ. ബാറക്കല്ലാഹ്. അൽഹംദുലില്ലാഹ്. 2000 രൂപ സംഭാവന. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരുപാട്. അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സർവ്വ ശത്രുവിനും, സർവ്വ ആപത്തും, സർവ്വ അസൂയക്കൊന്നും അവരെ കാക്കട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും റഹ്മാനായ റബ്ബ് അവരെ ഖബറത്തിലേക്ക് എത്തിക്കട്ടെ. ആ മകൻ നൽകിയ സംഭാവന അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ച വാപ്പവും ആർക്ക് മരണപ്പെട്ടു അവരുടെ ഖബറത്തിലേക്ക് അതിന്റെ സവാബിനെ റഹ്മാൻ റബ്ബ് എത്തിച്ചു കൊടുക്കും. ഇതേപോലെ ഒരു സഹോദരി 313. ഞാനത് പറയാൻ പറഞ്ഞു. കാരണം എന്താ അറിയാം, ചിലപ്പോ 1000 കൊടുക്കാൻ ഉണ്ടാവൂല. ഞങ്ങൾക്ക് അതിൽ പങ്കാളികളാണെങ്കിൽ മോഹം ഉണ്ടാകും. സഹോദരികളെ 313 313 കൊടുക്കും. മോനെ കുറച്ച് 313 എഴുതിക്കാം, കുറച്ച് 313 എഴുതിക്കാം. ഇൻഷാ അല്ലാഹ്. ബദരികളെ അൽഹംദുലില്ലാഹ് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. വേഗം എഴുതി. ഒരു 313 എല്ലാ സഹോദരികളും 1000 കൊടുക്കാൻ കഴിവില്ലാത്ത 500, കഴിവില്ല ഒരു 313 കൊടുത്തിട്ടേ ഈ പാവപ്പെട്ട മക്കൾക്ക്, പ്രിയപ്പെട്ടവരെ, ഒരു കാരക്കന്റെ ചീള് കൊണ്ടെങ്കിലും സഹായിക്കാന്ന് പറഞ്ഞില്ലേ? ഇൻഷാ അല്ലാഹ് കൊടുക്ക്. കാരക്കന്റെ ചീള് ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ റമദാനിൽ കൊടുത്താൽ മതി. നോമ്പറക്കാരൻ ഇപ്പൊ കാശ് കൊടുത്താൽ കൊടുത്തൂരുണ്ടാവാം. ഇൻഷാ അല്ലാഹ് ഒന്ന് കൊടുക്ക്. ഇൻഷാ അല്ലാഹ് വേഗം കൊടുക്ക്. 2001 രൂപ. ആണുങ്ങളല്ലേ? ആണുങ്ങൾ 2001. അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹു ലഹു. വേഗം പറയും. ഇനി ആരാണ്? 1 ലക്ഷം തേഞ്ഞാ പറയും. 1 ലക്ഷം തേഞ്ഞാ ബാക്കി പാട്ട് പാടാനാണ്. 1 ലക്ഷം തേണ്ടേ? വേഗം പറയും. സഹോദരികളെ എത്ര സഹോദരിമാരെ? 313. അൽഹംദുലില്ലാഹ്. എഴുതിക്കോ. 313 കുറച്ചേരം എഴുതട്ടെ. 313 എഴുതിക്കോ. മോനെ 313 ഇങ്ങോട്ട് വരണ്ട. 313 1000 വരണ്ട. എല്ലാരും കൂടെ കുറച്ചൊരു 313 ഇത്ര എഴുതിക്കോ. നമുക്ക് ലാസ്റ്റ് ദുആ ചെയ്യുമ്പോൾ ലിസ്റ്റ് കൂടെ വന്നാൽ മതി. ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. കുറച്ചും കൂടി പാടാണ്ട് നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യ്, കാര്യമായിട്ട് ഈ പരിപാടിയോട് സഹകരിക്കുക. എല്ലാവരും കാര്യമായിട്ട് കഴിവിന്റെ പരമാവധി കുറച്ച് ചെയ്താ നോക്കി. എഴുത്ത് നിർത്തണ്ടട്ടാ. ആ കുട്ടിയെ എഴുത്ത് നിർത്തണ്ട. എല്ലാവരും ഒന്നിങ്ങനെ പോയിട്ട് എത്ര ആർക്ക് എന്താ കഴിയാച്ചെന്ന് ചോദിച്ചോ. പെണ്ണുങ്ങളെ ഭാഗത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ? 1000 5000 3000 കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? കൊടുക്കട്ടോ. കുറെ പെണ്ണുങ്ങൾ 10-13 പെണ്ണുങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ പാടാണ്. എഴുത്ത് നിർത്തണ്ട. ഞങ്ങൾ കുറച്ചും കൂടെ പാടാണ്ട് പാടി അബൂജാലിനെ പിടിക്കട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അവിടെ സംഭാവന ചെയ്ത ലാസ്റ്റ് നമുക്ക് ദുആ ചെയ്യാം. ഇവിടെ പറഞ്ഞത് പേരും അതീക്ഷണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പെത്തി സുഗന്ധേ ഉബൈദത്തെ എടുത്തത് അമ്മ ചുരിന്തേ വരും വാഴി കൊടുകൈതമ്മ യാസീൻ ഹബീബുള്ളാന്റെ ദേശത്തിരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ ഉഗന്ധേന ചെയ്യുള്ളാടവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട് റസൂലുള്ളാവേ വെഞ്ചക്കളം വീട്ടി പിരിന്തോനാണേ
വെളിച്ചെറി ഷഹീദാമാനാ പൊന്മാനേ പൊൻചമ്പക പൂച്ചു ചനകി ഉമ്മി പൂറ്റി ഹുസ്നാല ലബ്നയാമി. പ്രിയപ്പെട്ടവരെ, ശത്രുപക്ഷത്തിൽ 4 ആളെ യമൂരിക്കയച്ചു സഹാബത്തിക്ക്. അഥവാ ഒന്ന് അസ്വദ്, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്. മഹാനായ ഉബൈത്തങ്ങളെ പരിക്കും പറ്റിക്കൊണ്ട് ഹൈമയിൽ കിടക്കാൻ വഫാത്തായിട്ടില്ല. വഫാത്തായില്ല. ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വാദി സഫ്രയിൽ വെച്ച മഹാനുള്ള അന്തി കുറിച്ചത്. ബദറിൽ 14 പേര് ഷഹീദായിട്ടുണ്ട്. പക്ഷെ 13 പേര് മക്ബറ എവിടെയുള്ളൂ? മഹാനായ ഉബൈത്തങ്ങളെ മക്ബറ വാദി സഫ്രയിൽ. ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇതിൽ അരിശം പൂണ്ട അബൂജഹലും പാർട്ടിയും കൂട്ട യുദ്ധത്തിന് വേണ്ടി അതാ ഇറങ്ങി വരികയാണ്. ഭയങ്കരമായ സംഘടനം. ഇബ്ലീസും മക്കളും വന്നിട്ട് ബദറിൽ കലർന്നു. മഹാനായ മുത്തനബി ഇത് കണ്ടു. അല്ലാഹു റസൂലുടെ സഹായത്തിന് തേടിനാദാ യാ ഹന്നാൻ യാ മന്നാൻ യാ ഹയ്യു യാ ഖയ്യൂം. പടച്ചോനെ, നീ രണ്ടാലൊന്ന് വയത് ചെയ്തില്ലേ? ഞങ്ങൾ അഹങ്കാരികളായ നിന്റെയും എന്റെയും ദീന്റെ ശത്രുക്കളെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തത്. റബ്ബേ, ഞങ്ങൾക്ക് എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ ഖിയാമത്ത് നാൾ വരെ നിന്നെ ആരാധിക്കാൻ ഭൂമി ലോകത്ത് ആരും ഉണ്ടാവൂല. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. അപ്പോഴാണ് അല്ലാഹു മലക്കുകളെ വിട്ടത്. ആ മലക്കുകൾ വന്നു, ശക്തമായ യുദ്ധം ചെയ്തു. അതിനിടയിൽ അബൂജഹലുമായി കൊണ്ട് അംറുൽ മഅദ് കണ്ടുമുട്ടി. ഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചാടിക്കൊണ്ട് കൊടുത്തു മഅദ് വിട്ട് അബൂജഹലിന്റെ കാലിന്റെ തുടക്കം കൊണ്ട് പറ്റി. മാത്രമല്ല ആ വെട്ടേറ്റുകൊണ്ട് അബൂജഹൽ വീഴാണ്. ആ വീണതോടുകൂടെ എന്ത് സംഭവിച്ചത്? കൊണ്ട് വീണ അബൂജഹൽ കുത്തിയത് മീകായിൽ. മഹാനായ മലക്ക് മീകായിൽ ഇസ്ലാം ബാക്ക് കൂടെ വന്നിട്ടേ അബൂജഹൽ നെഞ്ചിലേക്ക് ഒരു കുത്തും കൊടുത്തു. അതോടുകൂടെ അബൂജഹൽ വീഴുക. ഇതോടുകൂടെ മഹാനായ മുത്തുനബി ഒരു പിടി മണ്ണും കൊണ്ട് വാരിക്കൊണ്ട് ബിസ്മില്ലാഹ് ഒരൊറ്റ ഏറങ്ങോട്ട് കൊടുക്കുക. അല്ലാഹ് പറഞ്ഞു, മാ റമൈത ഇത് റമൈത വലാകിന്നല്ലാഹ റമാ. അത്ഭുതങ്ങൾ പലതും ബദറിൽ സംഭവിച്ചു പോകുക. ഇബ്ലീസും പാർട്ടിയൊക്കെ ചാടി പേടിച്ച് ഓടിപ്പോകുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കഠിന കഠോരമായ യുദ്ധത്തിന് അറുതി വീഴുകയാണ്. യുദ്ധം അവസാനിക്കുകയാണ്. ഇപ്പോഴോ വട്ടമിട്ടുകൊണ്ട് പറവകൾ ഇങ്ങനെ ബദറിന്റെ രണാകത്തിന് വീതങ്ങനെ രക്തത്തിന്റെ ഗന്ധം, കൂട്ട നിലവിളികള്, അട്ടഹാസങ്ങള് എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുക. ആ സമയത്ത് മഹാന്മാരായ സ്വഹാബത്തെ കിറാം സന്തോഷത്തോടുകൂടെ അല്ലാഹു റസൂലിന്റെ ഖൈമയിലേക്ക് ഓടിച്ചെന്ന് എല്ലാവരും നിൽക്കുകയാണ്. മഹാനായ മുത്തുനബി ആ ഖൈമയുടെ ബാബിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ലാഹു റസൂലോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, നമ്മൾ യുദ്ധത്തിൽ വിജയിച്ചു. അവരൊക്കെ ഓടിപ്പോയി. ഒരുപാട് ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു റസൂലിന് വിഷമമാണ് തോന്നിയത്. ചോദിച്ചു, സ്വഹാബാ, ഈ യുദ്ധത്തിന് കാരണക്കാരനായ അബൂജഹൽ എവിടെ? നബി ചോദിക്കുക. നബികൾ റസൂലുകൾക്കും നായകൻ ഖാതിമാനെ നബി തങ്ങൾ അസ്ഹാബിമാരിൽ എല്ലാം നാടിയ അബൂജഹൽ എങ്കേ? നബികൾ റസൂലുകൾക്കും നായകൻ ഖാതിമാനെ നബി തങ്ങൾ അസ്ഹാബിമാരിൽ എല്ലാം നാടി അബൂജഹൽ എങ്കേ? കിബിറൻ പടക്കളം തന്നിൽ മഖ്തുലൈ കിടക്കുന്നു ഹർബായി പോയോ എന്നും കിട്ട് മുആദെന്തോർ ചൊന്നാർ കവിടേനെ കണ്ട് ഞാൻ ഇന്ദൽ ഖിതാലതിൽ കലകങ്ങൾ കശിന്തുള്ള വാർത്ത കൂറി കഥ കേട്ടെല്ലാം സൈറായപ്പോ. സന്തോഷത്തോടുകൂടി വന്ന് പറഞ്ഞ സ്വഹാബത്തിനെ നോക്കിക്കൊണ്ട് മുത്തുനബി ചോദിച്ചു, സ്വഹാബികളെ, ഈ യുദ്ധത്തിന്റെ കാരണക്കാരനായ അബൂജഹൽ എങ്കിൽ അവൻ ഹർബായി പോയോ, അതോ അവൻ ഓടിപ്പോയോ, അതോ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ടോ? ആ സമയത്ത് മാതകൾ പറഞ്ഞു, നബിയേ, ഇന്നാരിന്റെ ഭാഗത്ത് അവനെ ഞാൻ കണ്ടു വെട്ടി അവൻ അവിടെ വീണിട്ടുണ്ട്. ഇത് കേട്ടതോടുകൂടെ സ്വഹാബികൾ വാളെടുത്തുകൊണ്ട് ഓടി. അബൂജഹലിനെ തെരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടുക. ഇവനാണോ അവനാണോ ധൃതിയിൽ കണ്ടുപിടിച്ചിട്ട് പോവുക. ആ സമയത്ത് ഒരു ധൃതി കാണിക്കാതെ, വെപ്രാളം കാണിക്കാതെ, കയ്യിലൊരു വാളും പിടിച്ചിട്ടേ ഒരു കുറിയ മനുഷ്യൻ അബൂജഹലിനെ തെരഞ്ഞിങ്ങനെ നടക്കുക. അബൂജഹലിനെ തെരഞ്ഞിങ്ങനെ നടക്കുക. പേര് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബൂജഹലിനെ തെരഞ്ഞിങ്ങനെ നടക്കുക. പലരും നോക്കി. അങ്ങനെ പോയി ഒരിടത്ത് എത്തിയപ്പണ്ട് കമഴ്ന്നിട്ട് ഒരു സാധനം ഇങ്ങനെ കിടക്കണം.
കമിഴ്ന്നിങ്ങനെ കിടക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തോന്നിയത് അബൂജഹൽ തന്നെയാണ്. ആണെങ്കിൽ അവന്റെ മുമ്പിലേക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റൂല. ചെന്നാൽ അവൻ ചതിയനാണ്, വികുടനാണ്, മകുടനാണ്, പഹയനാണ്, കിബറനാണ്, ദുഷ്ടനാണ്. അവൻ വാള് വീശും. കാരണം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് നോക്കുമ്പോഴേ ആ വാളിന്റെ മീതെ അവൻ കിടക്കുന്നത്. വാളിങ്ങനെ പിടിച്ചിട്ട് വാളിൽ വയറാക്കിക്കൊണ്ട് കമിഴ്ന്നിങ്ങനെ കിടക്കുക. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഇങ്ങനെ ചുറ്റൊന്ന് നടന്നു നോക്കി. എനിക്ക് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്, ചത്തുക്കനാണാവോ? പക്ഷെ മുറിവൊന്നും കാണാനില്ല, രക്തമൊന്നും കാണാനില്ല. ഒന്ന് സൂക്ഷിക്കണം, അവൻ ചതിയനാ. എങ്ങനെയും ആ വാള് കിട്ടിയ മെല്ലെ അടുത്തേക്ക് ചെല്ലാറുന്നു എന്നൊരു തോന്നല്. വാള് കിട്ടിയാല് അടുത്തേക്ക് ചെല്ലാം എന്ന് ചിന്തിച്ചിട്ട് അബൂജഹൽ ആദ്യം ഒന്ന് അനക്കാൻ നോക്കി. എന്നിങ്ങനെ ഒന്ന് അനക്കാൻ നോക്കി അബ്ദുല്ലാഹിബ്നു മസ്ഊദ്. കുറിയ മനുഷ്യനത്ര കേട്ടോ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് അടുത്തേക്ക് നിന്നിട്ട് ഒരു കാര്യം പിന്നാക്കം വെച്ചിട്ടേ മെല്ലെ ഇങ്ങനെ രണ്ട് കൈ ആ മുതുകത്ത് ഇങ്ങനെ കൈ വറക്കുന്നുണ്ട്. എന്താ സംഭവിക്കാന്നറിയില്ല. ആ മുതുകത്തേക്ക് രണ്ട് കൈ മുതുകത്തിങ്ങനെ മൂടനെ പിടിച്ചോണ്ട് അണിക്ക് നോക്കി. അവനെ പിടിച്ചൊന്ന് കുരുക്കി നോക്കി. ജീവുള്ളത് പോലെ തോന്നുന്നില്ലേ? ജീവുള്ളത് പോലെ തോന്നില്ല. അപ്പൊ സ്വഹാബി ചിന്തിച്ച് എന്തെന്നറിയോ? ഇപ്പൊ അങ്ങനെ ഒരു മരത്തടി കുരുങ്ങും പോലെ പഹ കടന്നിങ്ങനെ ഉരുളുക. അപ്പൊ ചിന്തിച്ചു അടി കൂടെ കൈയിട്ട് മരത്തിര കടത്തിയാൽ വാള് കിട്ടെടുക്കാം, എന്നാ ധൈര്യമായിട്ട് ചെല്ലാലോ എന്നും ചിന്തിച്ചിട്ട് മഹാനായ സ്വഹാബി അടിയിലൂടെ കൈയിട്ടിട്ട് മരിച്ചങ്ങടിട്ട് മലന്നിങ്ങോട്ട് കടന്നതോടുകൂടി അബൂജഹൽ കണ്ടിട്ട് രണ്ട് കണ്ണിങ്ങനെ തുറിച്ചു വരുന്ന വാഹന അശോകാലയന്റെ ലൈറ്റിന്റെ മാതിരി. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ബാക്കിലേക്ക് ചാടി. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് കണ്ട് അബൂജഹൽ എന്താ ചെയ്തെന്നറിയോ? രണ്ട് കൈമുട്ടികള് മണലാരത്തിൽ ഊന്നിക്കൊണ്ട് തറച്ചുകൊണ്ട് മെല്ലെ ചാടി എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ എന്താ ചെയ്തത്? മഹാനായ കുറിയ സ്വഹാബി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പാട്ടിനിളകും ചാടി അവനെ എഴുന്നേൽക്കാൻ അയക്കാതെ രണ്ട് കാലുമട് കുതിച്ച് ചാടിയിട്ട് അബൂജഹൽ നെഞ്ചിൽ ചെന്നിട്ട് ഒരൊറ്റ ചവിട്ട്. എഴുന്നേൽക്കുന്ന പഹയൻ അവിടെ തന്നെ കിടന്നു. അങ്ങനെ രണ്ട് കാലുണ്ട് വൈദ്യുതിന്റെ നെഞ്ചിലിരുന്നിട്ടേ അബൂജഹലിനെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്ന ചില വർത്തമാനാണ്. സുബ്ഹാനല്ലാഹ്. അബൂജഹലിന്റെ നെഞ്ചിൽ കയറുന്നുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, കേളടാ കേളടാ അബൂജഹലേ, കേളടാ കൊടിയെ കേടാ, കേളടാ ചടയ മുടാ, കേളടാ തുടി തുടിക്കും ചകയാ, കടുകടുക്കും പകയാ, ജഹലേ കേളടാ. കേളടാ അബൂജഹലേ, കേളടാ കൊടിയെ കേടാ, കേളടാ ചടയ മുടാ, കേളടാ തുടി തുടിക്കും ചകയ, കടുകടുക്കും പകയാ, ജഹലേ കേളടാ. ചളിച്ചകത്തെ പോലെ മാളിക്കിടപ്പവനെ ചളും തളിക്കിടപ്പിലുടൻ കീഴെ മാറിത്തിടുമ്പോൾ തുളിത്തെളുന്തിടുന്നു കിളമ്പ് കടുകടുവ, കേളടാ കേളടാ അബൂജഹലേ, കേളടാ കൊടിയ കേട, കേളടാ ചടയ മുട, കേളടാ തുടി തുടിക്കും ചകയ, കടുകടുക്കും പകയാ, ജഹലേ കേളടാ. അബൂജഹൽ ഇബ്നു മസ്ഊദ് അവരോടുമല്ല ആടും കിരീവനത്തിൽ കൂടും പായൽ കടത്തിൽ അജമത്തിടുവോനെ ഈ ജന്മത്തരശാലെ ഇടും ചൊക്കിയ സ്ഥാന പീഠം നെഞ്ചിൽ കേറി ഈ പാലുറച്ചു നിന്നോടുരപ്പോലെന്നെളും പിന്നും ഉരിത്ത് മുന്നോറ് കീർത്തിത്തുണ്ടൊന്നും, കേളടാ കേളടാ അബൂജഹലേ, കേളടാ കൊടിയ കേട, കേളടാ ചടയ മുട, കേളടാ തുടി തുടിക്കും ചകയ, കടുകടുക്കും പകയാ, ജഹലേ കേളടാ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളെ അബൂജഹലെ നെഞ്ചിൽ കയറി വർത്താനം പറയാം. എന്താ പറയുന്നത്? കേളടാ അബൂജഹലേ, കേളടാ കൊടിയ കേട, അങ്ങനത്തോരെ ഇങ്ങനത്തോരെ മറ്റോനെ മറിച്ചോനെ കിബറ സിഹ്റാനൊക്കെ പറഞ്ഞിട്ട് പറയാണ്. ചാണി ചകത്ത പോലെ മാലിക്കിടപ്പവനെ, എടാ ചത്ത ചവം പോലെ കിടന്ന നിന്റെ ഞാൻ മരത്തിൽ കിടത്തിയപ്പോ തൂളി തെളിഞ്ഞിരുന്നു. എന്നെ കൊല്ലാൻ വേണ്ടി ചാടി എഴുന്നേൽക്കുന്ന കടുവ, കേളടാ ഞാൻ പറയുന്നത് കേക്കടാ. അപ്പോഴാണ് അബൂജഹൽ മുരണ്ടൊരു സൗണ്ടോട് കൂടെ പറഞ്ഞത്,
തിരിച്ചത് ഞാനല്ല അബൂജാല് പറയണേ, എടാ ഞാൻ ആരെ നിനക്കറിയോ? ആട് വെച്ച് നടക്കുന്ന റായിയായ നീയേ, ഈ ജമ്മത്തര ഈ നാടിന്റെ രാജാവായ എന്റെ നെഞ്ച് സ്റ്റേജ് ആക്കുന്നു, പ്രസംഗി പേടമാക്കുന്നു, ഇറങ്ങിപ്പോവാൻ മസൂദ് പറഞ്ഞു, വണ്ടാറ പഹയ ഞാൻ അന്യറ്റേ പോകുള്ളൂ. അബൂജാല് ചോദിച്ചു, യുദ്ധം ആരുടെ ജയിച്ചത്? ആരാ ജയിച്ചു ചോദിച്ചു. അബ്ദുൽ മസൂദ് പറഞ്ഞു, അള്ളാന്റെ റസൂലാ ജയിച്ചത്. അപ്പൊ ഇടയ്ക്കൊരു വെട്ടും തട്ടും ആളില്ലാത്തൊരു സൗണ്ടും വെട്ടൊക്കെ കണ്ടത് അത് ആരായിച്ചു? അള്ളാന്റെ മലക്കുകളാണ്. അപ്പൊ അബൂജാല് പറഞ്ഞു, എന്താന്നറിയാ, മുഹമ്മദ് അല്ല ജയിച്ചിരിക്കണം, അള്ളാടെ മലക്കുകളാണ്. ആചാര്യ ഇവർണ ഭയം, അവന്റെ അസൂയ. ജയിച്ചത് മുഹമ്മദ് അല്ല. പക്ഷെ എനിക്കൊരു സമാധാനക്കേട് എന്താണെന്നറിയോ? ധീരനോട് ഏറ്റുമുട്ടി ചാവാൻ പറ്റിയില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്നെ കൊല്ലുകയാണെങ്കിൽ എന്നോട് കുറച്ച് വസിയത്ത് എനിക്ക് ചെയ്യാണ്. നീ മുഹമ്മദിന്റെ മുമ്പിൽ എന്റെ തല കൊണ്ട് വെക്കുമ്പോ പറയണം, എന്ത്? ലോകത്ത് എന്റെ കഠോരമായ വിരോധി വഹബിന്റെ പുത്രിയായ ആമിന വെറ്റ മുഹമ്മദ, ഞാൻ പറഞ്ഞു നീ പറയണം. നീ പറയില്ലേ? ഞാൻ പറഞ്ഞോളാം. പറയില്ലേ? പറഞ്ഞോളാം. എന്താ കൊന്നോന്ന് പറഞ്ഞ ഹമുക്കേ രണ്ട് കയ്യങ്ങനെ നേരെ ചേർത്തി പിടിച്ച് കാലം കൊണ്ട് നിവർത്തി പിടിച്ച് നീണ്ടു കിടക്കുക. മഹാനായ അബ്ദുൽ മസൂദ് തങ്ങളെ തന്റെ വാലെടുത്തിട്ട് അബൂജാന്റെ കഴുത്തിൽ കൂടെ വെച്ച് മൂരുമ്പോ ഈ കഴുത്ത് മുറിയുന്നില്ല. എന്താണ്? അബ്ദുൽ മസൂദ് തങ്ങളുടെ വാളും എന്റെ കഴുത്തിലെ തൊലിങ്ങനെ അമ്മാനയുടെ കടന്നിട്ട്. ചില ബീഫ് ഇറച്ചി കൊണ്ടുവന്നാല് കത്തിയിട്ട് മുറിച്ചാൽ മുറിയാത്ത ചില ഇറച്ചിണ്ടാവും, ഒരു പ്രത്യേക തൊലിയോട് കൂടെ. പിന്നെ അത് മുട്ടിമ വെച്ചിട്ട് ഹലാക്കിന്റെ വെട്ടുകെട്ടല എന്ന് പറഞ്ഞ പോലെ പഹന്റെ തൊലിയും അതുപോലെ തന്നെ ഈ വാളും കിടന്നിങ്ങനെ അമ്മാനമാടുമ്പോ അബ്ദുൽ മസൂദ് പറഞ്ഞു, നിന്റെ വാളുകൊണ്ട് ആടുകൾക്ക് ഇല വെട്ടാനേ പറ്റുള്ളൂ. ആണുങ്ങളുടെ വാളെടുത്ത് വെക്കടാ കഴുത്തില്. ആണുങ്ങളുടെ വാൾ എന്റെ വാളെടുത്ത് കൊള്ളന്നെ കൊല്ലേ. അബ്ദുൽ മസൂദ് തങ്ങളെ വിറച്ചു പോയി. എന്താ ചെയ്യാ? അവസാനം അബ്ദുൽ മസൂദ് തങ്ങൾ അബൂജാലിന്റെ മൂർച്ചയേറിയ വാളില്ലേ, ആ വാളെടുത്ത് കഴുത്തിൽ വെക്കേ. ഒരു കാര്യം ഇവിടെ ഇറക്കണ്ട. പിന്നെ എവിടെ ഇറക്കണ്ടേ? നീ ഇറക്കണതിന്റെ തോളോട് ചേർന്നിട്ടാണ് നീട്ടി മുറിക്കണം തരാം. പറഞ്ഞ എവിടെ അർത്താലും പണ്ടാറ പഹജി ചാകൂരെ. പിന്നെ എവിടെ അർത്താലും എന്താണ്? അങ്ങനെയല്ല. എന്തിനാ നീട്ടി മുറിക്കാൻ പറഞ്ഞറിയോ? എന്റെ തല കൊണ്ടുപോയത് മുഹമ്മദിന്റെ മുമ്പിൽ വെച്ചാലേ എന്റെ കഴുത്തിന്റെ തലിന്റെ പൊക്കം കണ്ട് മുഹമ്മദ് ഞെട്ടണം. അതിനു വേണ്ടിയാ. അങ്ങനെയും മുഹമ്മദ് എനിക്കൊന്ന് ഭയപ്പെടുത്താനാ, മനസ്സൊന്ന് മാറ്റാനാ. കണ്ടോ പഹയുടെ കിബിറ്. അങ്ങനെ മഹാനായ അബ്ദുൽ മസൂദ് തങ്ങളെ നേരെ അവൻ പറഞ്ഞ ഭാഗത്ത് വാളി വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് കൊണ്ട് മുറിക്കുക. ആ മുറിച്ചുകൊണ്ട് തലെടുത്തുകൊണ്ട് ഓടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, നബിയേ ഉണ്ടായ കഥയെല്ലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബികളെ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹാബികളെ കണ്ടോ, ഒരുപാട് പ്രവാചകന്മാര് ലോകത്ത് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഓരോ അദൂബികൾ ഉണ്ടായിട്ടുണ്ട് അതത് കാലഘട്ടത്തിൽ. എന്നാൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശത്രുവായ ഫറോവ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന സമയത്ത് വിളിച്ചു, മൂസാ എന്നെ രക്ഷപ്പെടുത്ത മൂസാ, നിന്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചോളാന്ന് പറഞ്ഞു. പക്ഷേ എന്റെ ഫറോവയായ ജാഹിൽ ആകുന്ന സമയത്ത് പോലും എന്നെ വേദനിച്ചു. അതുകൊണ്ട് ലോകം കണ്ട ഫറോവകൾ ഏറ്റവും വലിയ ഫറോവ അബൂ ജാഹിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി. ഉണ്ടോ പ്രിയപ്പെട്ടവരെ? 14 പേരായ യുദ്ധത്തിൽ ഷഹീദായി. അവരെ പേരെന്ന് പറയാൻ നിങ്ങൾ തെറിയത്തിയിരിക്കും. മഹാനായ ഉബൈദത്തുൽ ഹാരിസ് ദമുണ്ടാത്തത് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് മഹാനായ ഉബൈദത്തുൽ ഹാരിസ് അല്ലാഹു. മഹാനായ സ്വാബിന്റെ പേരാദ്യം പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ ലോസ്റ്റ് ഷഹീദ് ഉബൈത്തങ്ങളാണ്. ചില ആൾക്കാരെ പറയും ഉബൈത്തങ്ങളാണ് ആദ്യം ഷഹീദ്. അത് ശരിയല്ല. ബദറിൽ ആദ്യം ഷഹീദായത് മഹാനായ മിഹിജർ. അതൊരു തെറ്റമ്പ് വന്നുകൊണ്ട് മഹാനായ മിഹിജർ തങ്ങളെ തറച്ച യുദ്ധത്തിലുമല്ല. അപ്പൊ ആദ്യമായി ഷഹീദായത് മിഹിജർ തങ്ങളാ. പറയട്ടെ, ഉബൈത്ത് ഹാരിസ് പ്രായം കൂടിയ ഷഹീദുമാണ്. ഉബൈത്തങ്ങൾക്കാണ് പ്രായം കൂടുതൽ. മറ്റൊന്ന് മഹാനായ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു 16 വയസ്സ് പ്രായം കുറഞ്ഞ ഷഹീദ്. സഅദ് ഇബ്നു അബീ വഖാസിന്റെ കുഞ്ഞനുജൻ മഹാനായിരിക്കുന്ന ഉമൈർ ഇബ്നു അബീ വഖാസ്. മറ്റൊന്ന് സഫ്വാൻ ഇബ്നു ബൈല റളിയല്ലാഹു അൻഹു, ദിശ്മാലൈൻ, ആഖിർ ഇബ്നു മുഖയ്യിർ. ഈ 6 പേരും മക്കക്കാരാണ്, മുഹാജിറുകളാണ്. 8 അൻസാരികളുണ്ട്. ഒന്ന് യസീദ് ഇബ്നു ഹാരിസ്, സഅദ് ഇബ്നു ഖൈസമ, മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ, ഉമൈർ ഇബ്നു ഹുമാം, റാഫി ഇബ്നു മുഅല്ലം, ഹാരിസ് ഇബ്നു സുറാക, മുഅവ്വദ് ഹാരിസ്, ഔഫ് ഇബ്നു ഹാരിസ്. ഈ മുഅവ്വദ് ഹാരിസും ഔഫ് ഇബ്നു ഹാരിസും സഹോദരങ്ങളാണ്.
റളിയല്ലാഹു അൻഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർക്കത്ത് നമ്മുടെ അന്ത്യൊക്കെ നന്നാക്കി തരട്ടെ. ഇതിന് ഞാൻ അവിടെ തിരശ്ശീല വീഴ്ത്ത സമയം ഒരു പാടായി. ഇനി നമുക്കൊന്ന് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നാളെ നമ്മുടെ സമാപന സമ്മേളനമാണ്. അതേക്കുറിച്ചൊക്കെ നമ്മുടെ സംഘാടകർ നിങ്ങളോട് പറയും. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ദുആ ചെയ്യണ്ടേ. ഒരുപാട് 2000 തന്നവര്, 5000 തന്നവര്, ചോദിച്ചപ്പോ തന്നവര് 3000, 1000, 500, 313 തന്നവര്. അവർക്കൊക്കെ ഒന്ന് വേണ്ടി ദുആ ചെയ്യാനേ. ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റുന്നാണ് നിൽക്കാൻ കഴിയുന്നവർ നിന്നാൽ മതി. കാരണം 2 മണിക്കൂറായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇത് റിലാക്സിന് വേണ്ടിയിട്ട് ഒന്ന് ഉഷാറാവാൻ വേണ്ടി. അൽഹംദുലില്ലാഹ്. ഉറക്കെ ചെല്ല്. റളിയല്ലാഹു അൻ അഹ്ലിൽ ബദരി റളിയല്ലാഹു റളിയല്ലാഹു അൻ ശുഹദാഇ റളിയല്ലാഹു അൻ അഹ്ലിൽ ബദരി റളിയല്ലാഹു അൻ ശുഹദാഇ റളിയല്ലാഹു അൻ സിദ്ദീഖുൽ അക്ബരി റളിയല്ലാഹു അൻ ഉമറുൽ ഫാറൂഖി റളിയല്ലാഹു അൻ അഹ്ലിൽ ബദരി റളിയല്ലാഹു അൻ ശുഹദാഇ റളിയല്ലാഹു النورين رضي الله عن أبشبلين رضي الله عن أهل البدر رضي الله عن شهداء رضي الله ഒരുപാട് സഹോദരികൾ സഹോദരങ്ങൾ ഇന്നും മിനിഞ്ഞാന്നുമായി സംഭാവന നൽകിയിട്ടുണ്ട്. ഉസ്താദുമാരെന്നോട് പറഞ്ഞു. അപ്പൊ അൽഹംദുലില്ലാഹ് ഇന്നും ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. അതില് കുറച്ച് 2-3 ആളുകൾ ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കളുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒരു അനുഭാവി 1001 രൂപ, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി PT ഉമർ 1000 രൂപ, മുറാദ് ഹാസിലാകുവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അസീസ് പാറോട്ടിൽ പാതിരിക്കോട് 1000 രൂപ, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി 1001 രൂപ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ പരിപാടിയുണ്ട്. സഹകരിക്കാൻ ബാക്കിയുള്ളവരൊക്കെ നിർബന്ധമായി നാളെയും ഒക്കെ സഹകരിച്ച് എന്നും നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ എനിക്കും വേണ്ടി ഞങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. ഞാനും ഒരു ചെറിയ രോഗിയാണ്. കാരണം അടുത്ത കാലത്ത് ഒരു ചെറിയ ഓപ്പറേഷൻ നടുവേദനയ്ക്ക് ചെയ്തിട്ട്, അതുകൊണ്ടാണ് നിന്നിട്ട് വെള്ളം കുടിക്കുന്നത്. ഇരിക്കാൻ കഴിയില്ല. നിന്ന് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ നല്ല പിടുത്തം പിടിക്കും. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഉസ്താദ് എന്താ നിന്ന് വെള്ളം കുടിക്കുന്നു. അങ്ങനെ ചെറിയ നല്ലൊരു പ്രശ്നമുണ്ട്. നല്ല വിഷയമാണ്. അത് നിങ്ങളൊക്കെ ദുആ ചെയ്യാം. എന്തായിരുന്നാലും ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നിൽക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്. നിൽക്കുമ്പോൾ നിന്നാണ് കിട്ടിയാൽ ഡോക്ടർമാർക്ക് വലിയ അത്ഭുതമാണ്. നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. വലിയ ഓപ്പറേഷനാണ് കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ഞാനിങ്ങനെ നിൽക്കുന്നത് ബദരീങ്ങളുടെ മഹത്വം കൊണ്ടാണ്. യാതൊരു തർക്കം എനിക്ക് അതിലില്ല. ഡോക്ടർമാർക്ക് പോലും എന്റെ വിഷയത്തിൽ അത്ഭുതമാണ്. 22 ഡോക്ടർമാരെ നോക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ അത്ഭുതമാണ്. 12 ആയുർവേദ ഡോക്ടർമാരെ ഞാൻ കണ്ട് ഒരൊറ്റ റിക്വസ്റ്റ് ഉള്ളൂ, നടുവേദന വന്ന ഓപ്പറേഷൻ ചെയ്യരുതേ, അനുഭവിച്ചുകൊണ്ടിരിക്കാൻ. അപ്പൊ നിങ്ങളൊക്കെ ഈ ബദരീങ്ങളെ സദസ്സിൽ വെച്ചിട്ടും അല്ലാതെയും സാധുവായ എന്റെ അസുഖം മാറുവാനൊക്കെ ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി നാളെ ഞാൻ തിരൂര് ഭാഗത്താണ് പരിപാടി. അവിടെ വെച്ചുകൊണ്ട് നിങ്ങളെ ഊർക്കും ദുആ ചെയ്യും. റഹ്മാനായ റബ്ബ് സാധുവായ എന്റെ പരിപാടി വിജയിപ്പിക്കുവാൻ വേണ്ടിയും ധനത്താലും ജനത്താലും അൽഹംദുലില്ലാഹ് അല്ലേ അത് നിറഞ്ഞ് കവിഞ്ഞ് വരുന്ന ഒരുപാട് സദസ്സുകൾ ആരൊക്കെ വരുന്നു. ഇപ്പോൾ വളരെ ദൂരത്തു നിന്നൊക്കെ ഒരുപാട് ആൾ എന്റെ കോയസ്ഥാനൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്റെ മുഹബ്ബാണ്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെ സഹായിക്കണം അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തും ആരോഗ്യം നൽകട്ടെ. എന്റെ സദസ്സിൽ വരുന്ന എല്ലാവർക്കും ഉസ്താദുമാരുണ്ട്, സാദാത്തുക്കളുണ്ട്, മശായിഖന്മാരുണ്ട്. അൽഹംദുലില്ലാഹ്. അതുപോലെ മുത്തഅല്ലിമീകളുണ്ട്, മുഅല്ലിമീകളുണ്ട്. അതുപോലെ രക്ഷിതാക്കൾ സഹോദരികളൊക്കെ ഉണ്ട്. റബ്ബേ ആരൊക്കെ 32 വർഷത്തോളമായി ഉസ്താദ് പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് അന്നു മുതൽ ഇന്ന് വരെ ആരൊക്കെ എന്റെ സ്റ്റേജിൽ വന്നു അവർക്കും ആരൊക്കെ മരണപ്പെട്ടു പോയി അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകൈക രക്ഷിതാവായ റബ്ബേ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. തർദിയത്ത് സ്വീകരിക്കണേ അല്ലാ. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി പരിശുദ്ധമായ ബസ്മലത്ത് കൊണ്ട് തുടങ്ങുന്ന ഈ വേദി അല്ലാ, ഇതിൽ പങ്കെടുത്ത സഹോദരന്മാർ സഹോദരിമാർ ഉസ്താദുമാര് പടച്ചവരെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്ത സ്വതക്കകൾ ഇന്നും ഇന്നലെയുമായി 5000 ചോദിച്ചപ്പോ തന്ന സഹോദര സഹോദരിമാർ 2000, 3000, 1000, 500, 313 പടച്ചവരെ പേര് പറഞ്ഞും പറയാതെയും ഒരുപാട് നൽകിയവര്, നിന്റെ കോളേജിന് വേണ്ടി സഹായിച്ചവര്, ഇൽമിന് വേണ്ടി സഹായിച്ചവര് നീ സ്വീകരിക്കണേ അല്ലാ. അതിന്റെ സവാബിനെ അവരിൽ നിന്ന് ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, വല്യപ്പ വല്യമ്മമാര്, ഭാര്യ ഭർത്താവ്, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, മക്കള്, പേരക്കിടാക്കൾ, അയൽവാസികൾ, മഹല്ല് നിവാസികൾ, നാട് വിട്ടുകൊണ്ട് ഞങ്ങള് വിദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ചവര്, ഒരു റൂമിൽ കഴിഞ്ഞവരല്ലാ
ഒരു പരിചയമില്ലാതെ പലയിടത്തും വെച്ചുകൊണ്ട് ഞങ്ങളെ സഹായിച്ചവരുണ്ട്. അതിൽ ആരൊക്കെ ഹയാത്തിലുണ്ടെന്നറിയില്ല. അല്ലാ, ഹയാത്തുള്ളവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ. മരണപ്പെട്ടുകൊണ്ട് ഏതൊക്കെ പള്ളിക്കാൾ അന്ത്യവിശ്രമം കൊള്ളുന്നു അവർക്ക് മഅഫറത്തും റഹ്മത്തും നൽകുകയും ഇതിന്റെ സവാബിനെ അവർ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ഇന്നലെയും ഇന്നുമായി ഒരുപാട് ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. കെട്ടിക്കാൻ പ്രായമായ മക്കളുള്ളവരുണ്ടോ? അനുയോജ്യരായ ഭർത്താക്കന്മാര് കൊടുക്കനാതാ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് പടച്ചോരേ നിന്റെ ഇൽമിനെ തേടുന്ന നൂറുകണക്കിന് മക്കളാണ് ആമീൻ പറയുന്നത്. ഒരു സ്വാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഭർത്താവിന്റെ സ്വഭാവം മോശ, ഭാര്യന്റെ സ്വഭാവം മോശ എന്ന് പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, മനുഷ്യ മനസ്സുകൾ നിയന്ത്രിക്കുന്ന റബ്ബിയാണ്. സ്വഭാവം നന്നാക്കി ഐക്യത്തിന് സന്തോഷത്തിന് നീ ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്ന ഞങ്ങളെ, സഹാബത്തിന്റെ മദ്ഹ് പറയുന്ന ഞങ്ങളെ, അത് കേൾക്കുന്ന ഞങ്ങളെ അല്ലാഹ് മരണത്തിനു മുമ്പ് പരിശുദ്ധ ഉംറ ചെയ്യുവാൻ, ഹജ്ജ് ചെയ്യുവാൻ, ഈ മക്കയിലെത്തുവാൻ, മദീന റൗളയിലെത്തുവാൻ, പുണ്യ ഹബീബിന്റെ ഹദറത്തിൽ ചെന്ന് സലാം പറയുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, നീ നൽകണേ റബ്ബേ. ഞങ്ങൾ രോഗികളാണ്. ശിരസ് മുതൽ കാൽപാദം വരെ രോഗങ്ങൾ ബുദ്ധിമുട്ടുന്നു റബ്ബേ. തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മൈഗ്രൈൻ രോഗമുള്ളവർ, ടോൺസിലൈറ്റിസിന്റെ രോഗമുള്ളവർ, തൈറോയിഡിന്റെ രോഗികൾ, അല്ലാ, പിരടി വേദന കൊണ്ട്, മുതുക് വേദന കൊണ്ട്, നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചവർ, ബൈപ്പാസ് സർജറി കഴിഞ്ഞവര്, റബ്ബേ എൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവര്, ഉദര സംബന്ധമായ രോഗം, ക്യാൻസർ രോഗം, അല്ലാ, പടർന്ന് പന്തിരിച്ചുകൊണ്ടിരിക്കുന്ന കിഡ്നി സംബന്ധമായ രോഗം, ഡയാലിസിസിന് വിധിയായവര്, അല്ലാഹുവേ, തളർവാദം, പിള്ളവാദം, മാമവാദം, രക്തവാദങ്ങളാൽ ബുദ്ധിമുട്ടുന്നവര്, പൈശാചികമായ ഉപദ്രവമുള്ളവര്, റബ്ബേ എന്താണ് രോഗമെന്നറിയാതെ വിഷമിക്കുന്നവര്, ബദരീങ്ങളുടെ വേദിയിലാ, എൽമിനത്തോടുന്ന മക്കളുടെ വേദിയിലാ, അത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ വേദിയിലാ, കരുണാവാരിതേ, ഈ രോഗങ്ങൾക്കൊക്കെ ശമനം നൽകല്ല, മാനസികമായ പ്രയാസങ്ങൾ അകറ്റല്ല. പടച്ചവനെ, എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതെ വീട്ടിൽ തളർന്നു കിടക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നവരുണ്ട്, അല്ലാ, ക്യാൻസർ എന്ന രോഗം പിടിച്ചുകൊണ്ട് വല്ലാതെ വിഷമിക്കുന്നവരുണ്ട്, മരണം കൊതിച്ചു കഴിയുന്നവരുണ്ട്, റബ്ബേ ഒന്ന് മരിച്ചെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്, അത്രമാത്രം വേദന സഹിച്ച് കണ്ടിച്ചിറക്കിക്കൊണ്ട് കഴിയുന്നവര്, അല്ലാ, നീ ശിവ നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ രോഗത്തിന് ശമനം കൊടുക്ക റബ്ബേ. ഇല്ലയോ അവരെ നീട്ടിക്കൊണ്ടു പോകല്ലല്ലാ. ആ പരീക്ഷണം അവസാനിപ്പിച്ചുകൊണ്ട് ഖൈറ് മരണമാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാ, നിന്റെ ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഇസ്സത്തിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ കോളേജ്, പള്ളി, പടച്ചവനെ ഇതടക്കമുള്ള ഈ സ്ഥാപനങ്ങളെ സഹായിച്ചവർ ഒരുപാടുണ്ട്. ഞങ്ങളുടെ വന്ധ്യരായ ബഹുമാനായ നാട്ടിക ഉസ്താദ്, അല്ലാ, ദറജ ഉയർത്തണേ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ. അല്ലാഹുവേ, ഒരുപാട് രക്ഷിതാക്കൾ, ഉദാരമതികള് ഇതിനു വേണ്ടി കൊടുത്ത് മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരെ ഹദറത്തിലേക്ക് പടച്ചോരെ ഒരു തോരാമഴയെ പോലെ ഇതിന്റെ സവാബിൽ എത്തിച്ചു കൊടുക്കണേ റബ്ബേ, എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഈ മക്കൾ ഈ കോളേജ് നിലനിൽക്കുന്ന കാലം ഈ 2000, 5000, 3000 നൽകി നിന്റെ ദീനെ സഹായിച്ചവരെ ഹദറത്തിലേക്ക് അവര് മരണപ്പെട്ടു പോയാലും സദഖത്തുൽ ജാരിയിൽ പെടുത്തിക്കൊണ്ട് എത്തിച്ചു കൊടുക്കുക റബ്ബേ. നമ്മുടെ കടബാധയെ തീർത്തു തരണേ റബ്ബേ. കടം കൊണ്ട് വരയുന്നവരുണ്ട്, ലോൺ എടുത്ത് വരഞ്ഞവരുണ്ട്, വീട് കടത്തിലായവരുണ്ട്, ഒരു ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ തറവടി കൊടുക്കല്ല. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഇതിനെ സഹായിച്ചവരുണ്ട്. പടച്ചോനെ, നാടിന്റെ നാനാഭാഗത്ത് എന്റെ ബഹുമാനിരായ ഉസ്താദുമാര് ഈ കോളേജിന് വേണ്ടി വല്ലതും തരണേ എന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ അവർക്ക് റൂം കൊടുത്ത് ഭക്ഷണം കൊടുത്തിട്ട് അല്ലാഹുവേ ഉദാരമതികളെ മുമ്പിലൂടെ കൊണ്ടുപോയിട്ട് അല്ലാ സഹായിച്ചവരുണ്ട്. ഗൾഫ് മേഖലയിലുണ്ടല്ല, ഇതര നാടുകളിലുണ്ടല്ല, അതാരൊക്കെ നിനക്കറിയാം. അവരെ സഹായിക്കറബേ, അവരെ തൊഴിലിൽ ബർക്കത്ത് നൽകറബേ. വീണ്ടും ഇതുപോലത്തെ ദീനെ സഹായിക്കുവാനുള്ള സന്മനസ്സും ധനവും അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഇതിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാര്, ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഭാരവാഹികള് ആഫിയത്തുള്ള ആരോഗ്യം നൽകറബേ. അവരെ കുടുംബത്തിലേക്ക് പോവാതെ അവരെ കുടുംബ പ്രശ്നങ്ങളൊക്കെ മറന്നിട്ട് ഈ ദീനി സ്ഥാപനം നിലനിൽക്കുവാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ഉസ്താദുമാര്, സാദാത്തുക്കള്, ഇതിന്റെ മാനേജ്മെന്റ് ഭാരവാഹികള് ആഫിയത്തും ആരോഗ്യം നൽകല്ല. ഈ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ മക്കള് 27 കൊല്ലമായി തുടർന്നു പഠിച്ചിറങ്ങുന്ന മക്കള് എല്ലാവരും ആഖിറത്തിലോ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന സദ്ദികളാക്കി മാറ്റണേ. എന്റെ ഇൽമിന് ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار. اللهم اغفر لأمة محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على نبي الله. السلام عليكم ورحمة الله وبركاته. സഹോദരങ്ങളെ, സഹോദരന്മാരെ, നാളെ ഇൻഷാ അല്ലാഹ് രാവിലെ 10 മണിക്ക് കുടുംബിനി സംഗമമാണ്. സഹോദരിമാരെ, സൗകര്യപ്പെടുന്നവരെല്ലാവരും അതിൽ എത്തിച്ചേരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. രാവിലെ 10 മണിക്ക് തന്നെ പ്രവാസി സംഗമം നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിലെല്ലാവരും എത്തി